മമ്പുറം തങ്ങളുടെ ഇടപെടൽ വളരെ മഹത്തായ ഇടപെടലാണ്. അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഇടപെടലിനെ ഈ ഒരു പ്രസ്താവനയിൽ ഒതുക്കാൻ പറ്റില്ല. പക്ഷേ ഞാൻ സൗകര്യത്തിന് വേണ്ടി അദ്ദേഹം പറയുന്നുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ ആത്മാഭിമാനത്തെ, ഓരോ മനുഷ്യൻ്റെയും ആത്മാഭിമാനം ആദരിക്കപ്പെടേണ്ടതുണ്ട്. ഒരു തരത്തിലും ഒരാൾ അവഹേളിക്കപ്പെടാൻ പാടില്ല. അവഹേളിക്കപ്പെടേണ്ടത് കൊള്ളരുതായ്മകളാണ്. അത് എക്സ് ചെയ്താലും വൈ ചെയ്താലും അതിനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഇന്ത്യയിലെ ആർക്കും, അതായത് മലയാളിക്കും തമിഴനും ഹിന്ദിക്കാരനും ഒക്കെ മനസ്സിലാവുന്ന ഉള്ളിൽ തട്ടുന്നൊരു വാക്കായിട്ടാണ് ദോസ്ത് എന്നുള്ള വാക്ക്. പക്ഷേ ദീനനാഥ് ബത്ര, ഇന്ത്യയിലെ ഫാസിസത്തിൻ്റെ വിദ്യാഭ്യാസ വിചക്ഷണൻ, വളരെ കൃത്യമായിട്ട് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് ഈ വാക്ക് പാഠപുസ്തകത്തിൽ നിന്ന് വെട്ടിക്കളയണമെന്നാണ്. മലപ്പുറം ജില്ലാ രൂപീകരണത്തിനെതിരെ ഏറ്റവും വലിയ സമരം നടത്തി പരാജയപ്പെട്ട് അതിൽ ഇച്ഛാഭംഗം വന്നിട്ടുള്ള ഇന്ത്യൻ ഫാസിസ്റ്റുകളെ തൃപ്തിപ്പെടുത്തുന്ന ഡയലോഗുകളാണ് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇൻസൈറ്റിലേക്ക് സ്വാഗതം. ഒരുപക്ഷെ കേരളത്തെക്കുറിച്ചുള്ള ഏറ്റവും മനോഹരമായൊരു സങ്കല്പം ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനം എന്ന നാരായണ ഗുരുവിൻ്റെ ഭാവനയാണെന്ന് തോന്നുന്നു. നാരായണ ഗുരു മാത്രമല്ല, വിവിധ മത സാമുദായിക നവോത്ഥാന പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ സാഹോദര്യം, സമുദായ മൈത്രി തുടങ്ങിയ വ്യത്യസ്തമായ മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന മൂല്യങ്ങൾ കേരള സമൂഹത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട്. പിന്നീട് വന്ന ദേശീയ പ്രസ്ഥാനവും ഇടതുപക്ഷ പ്രസ്ഥാനവുമൊക്കെ തന്നെ അതിൽ അവരുടേതായ പങ്ക് വഹിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇന്ന് നാം കാണുന്ന കേരളം ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച്, മറ്റ് പ്രദേശങ്ങളെ അപേക്ഷിച്ച് കുറേ കൂടെ മനുഷ്യർക്ക് ഇടകലർന്ന് ജീവിക്കാനും തോളോട് തോൾ ചേർന്ന് ജീവിക്കാനുമുള്ള ഒരു പരിസരം, കേരളീയ പരിസരം ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ നാം ആലോചിക്കേണ്ടത് അത്തരമൊരു കേരളീയ പരിസരത്തിൽ നിന്ന് നാം പിന്നോട്ട് പോവുകയാണോ എന്ന പ്രശ്നമാണ്. വലിയ തോതിലുള്ള വിദ്വേഷ പ്രചാരണങ്ങൾ, വർഗീയമായിട്ടുള്ള വിഭജനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ, വംശീയമായ അതിക്രമങ്ങൾ, ഇതര സംസ്ഥാന തൊഴിലാളികൾക്കെതിരെയുള്ള ആൾക്കൂട്ട അതിക്രമങ്ങൾ തുടങ്ങി പലതരത്തിലുള്ള കലുഷിതമായൊരു അന്തരീക്ഷം ഇന്ന് കേരളത്തിൽ രൂപപ്പെട്ടിരിക്കുന്നു. എങ്ങനെയാണ് നാം ഇതിനെ അതിജീവിക്കേണ്ടത്? അതിൻ്റെ ചരിത്രപരമായ, ഈ പറയുന്ന സാഹോദര്യത്തിൻ്റെയൊക്കെ ഒരു ചരിത്രപരമായ പശ്ചാത്തലം എന്തായിരുന്നു? ഇത്തരം കാര്യങ്ങളാണ് നമ്മളിന്നിവിടെ സംസാരിക്കുന്നത്. എന്നോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടി നമുക്കെല്ലാം പരിചിതനായ KN ഉണ്ട്. സ്വാഗതം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സാഹചര്യം, ഇപ്പോൾ കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യം, അത് അപകടകരമായൊരു സാഹചര്യമായി പലരും വിലയിരുത്തുന്നുണ്ട്. മാഷ എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ? ഈ പലതരത്തിലുള്ള വിദ്വേഷ പ്രചാരണങ്ങൾ ശക്തിപ്പെടുന്നു, ഈ ആൾക്കൂട്ടത്തിൻ്റെ അതിക്രമങ്ങൾ വലിയ തോതിൽ നടക്കുന്നു. അത്തരമൊരു സാഹചര്യത്തെ മാഷ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും വെറുപ്പ് എന്ന് പറയുന്നത് മനുഷ്യജീവിതത്തിൻ്റെ സമസ്ത മനോഹാരിതകളെയും വെട്ടിപ്പിളർക്കുന്ന വളരെ വിധ്വംസകമായ, ഒരു വിധേനയും വെച്ച് പൊറുപ്പിക്കാനാവാത്ത മനുഷ്യവിരുദ്ധതയാണ്. സത്യത്തിൽ വളരെ അവികസിതമായ ഒരു മാനസികാവസ്ഥയുടെ ആവിഷ്കാരം എന്ന നിലയിലാണ് വെറുപ്പിനെ കാണേണ്ടത്. മാത്രമല്ല, വെറുപ്പിനെ പ്രതിരോധിക്കാൻ ഇന്ന് ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും മൗലികമായ ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുമയുടെ മധുരമുള്ള ഓർമ്മകൾക്ക് ജീവിതം കൊണ്ട് നാം കാവൽ നിൽക്കണം. KGS ഒരു കവിതയിൽ പറയുന്നുണ്ട്, ഒലിയേക്കാൾ മാറ്റൊലി അഴകായി. മൗലികമായ ഒരു അന്വേഷണത്തിൽ നിന്നല്ല, കാഴ്ചപ്പാടിൽ നിന്നല്ല വെറുപ്പും വിദ്വേഷവും വിഭജന പ്രവണതകളും ഉണ്ടാവുന്നത്. അതിന് ചരിത്രത്തിൻ്റെ പിൻബലമില്ല. അതിന് നാളിതുവരെയുള്ള മനുഷ്യജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിവർന്നു നിൽക്കാനുള്ള കാലുകളില്ല, ഉയർത്തിപ്പിടിക്കാനുള്ള ശിരസ്സില്ല. എന്നിട്ടും അത് കൊറോണ വൈറസിനെ വെല്ലുവിളിക്കുന്ന തരത്തിൽ കേരളീയ സമൂഹത്തിലും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഓരോ മലയാളിയെയും, അവരേത് മതത്തിൽപ്പെട്ടാലും ജാതിയിൽപ്പെട്ടാലും പാർട്ടിയിൽപ്പെട്ടാലും ഇതൊന്നിലും പെടില്ലെങ്കിലും വല്ലാതെ ഉത്കണ്ഠാകുലമാക്കേണ്ട ഒരു കാര്യമാണ്. ആദ്യം നമുക്ക് നമ്മുടെ പരിമിതിയെക്കുറിച്ചുള്ള ബോധ്യമുണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്കത് പരിഹരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ സംവാദത്തിൽ
താങ്കൾ ചൂണ്ടിക്കാണിച്ച വെറുപ്പ് നമുക്കിടയിൽ പലവിധ കാരണങ്ങളാൽ വ്യാപിക്കുകയാണ് എന്ന വസ്തുത ഇന്നത്തെ ഒരു ജീവിത പശ്ചാത്തലത്തിൽ സത്യമാണ് എന്ന് സ്വയം സമ്മതിക്കുകയും ഏതെങ്കിലും ഒരു സമ്മേളന വേദിയിൽ അല്ലെങ്കിൽ ഒരു മൈക്കിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ ഒരു ചാനൽ ചർച്ചയിൽ അല്ലെങ്കിൽ ഒരു കൂട്ടത്തിൽ നമ്മൾ ഇത് സമ്മതിച്ചാൽ പോരാ. നമ്മുടെ ഉള്ളിനെ പൊള്ളിക്കുന്ന തരത്തിൽ സംഭവിക്കാൻ പാടില്ലാത്ത ഇത്തരം കാര്യങ്ങൾ നിരന്തരമായി സംഭവിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ കാരണങ്ങൾ എന്താണ്, അതിനെങ്ങനെ മറികടക്കാം? മറികടക്കാനുള്ള പല വഴികളിൽ പ്രധാനപ്പെട്ട ഒന്ന്, ഒരു സംശയവുമില്ല, നമ്മൾ നമ്മളുടെ വേരുകളെക്കുറിച്ച് വളരെ ഉത്തരവാദിത്വ ബോധത്തോടെ തിരിച്ചറിയുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മലയാളത്തിലാണ്. ഈ മലയാളം തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇത് സത്യത്തിൽ ഒത്തുചേരലിൻ്റെ, ഒരുമയുടെ വലിയൊരു സ്രോതസ്സാണ്. നമ്മുടെ മലയാളത്തിൽ ഇപ്പം വയലാർ അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടിൽ, വയലാറിൻ്റെ ഒരു പാട്ട് മാത്രമല്ല, എത്രയോ പാട്ടുകൾ, ടി ഭാസ്കരൻ്റെ പാട്ടുകൾ, പുതിയ തലമുറയിലെ പാട്ടുകൾ, അതൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിലൊക്കെ മലയാളം എന്ന് പറയുന്നത് പലരും കരുതുന്നത് പോലെ വെറും മലയാളമല്ല. വെറും മലയാളം എന്നോ വെറും ജീവിതമെന്നോ വിളിക്കാവുന്ന ഒന്നും ഈ ഭൂമുഖത്തില്ല, കേരളീയ ജീവിതത്തിലുമില്ല. അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടിൽ പറയുന്നുണ്ട്, മയിൽപ്പീലി കണ്ണുകൊണ്ട് കൽബിൻ്റെ കടലാസിൽ മാപ്പിളപ്പാട്ട് കുറിച്ചവനെ, പാട്ടിൻ്റെ ചിറകിന്മേൽ പരിമളം പൂസുന്ന ആ പനിനീർപ്പൂവിൻ്റെ പേരെന്ത്? ആ പനിനീർപ്പൂവ് ബാബർ മധ്യേഷ്യയിൽ നിന്നും കൊണ്ടുവന്നതാണ്. ഇതുപോലെ കേരളീയ ജീവിതത്തിൽ നമുക്ക് പരിചിതമായ, നമ്മൾ പ്രണയത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഈ റോസാപ്പൂവ്, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ ഓർക്കുമ്പോൾ തന്നെ ഒരു റോസാപ്പൂവോട് കൂടിയാണ് നമ്മൾ അദ്ദേഹത്തെ ഓർക്കുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത് റോസാപ്പൂവ് മാത്രമല്ല, നമ്മളിപ്പം കേരളത്തിൽ പറങ്കിമാവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പോർച്ചുഗീസ് കാലഘട്ടത്തിൻ്റെ നന്മയുടെ സാന്നിധ്യമാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ക്രൂരതകൾക്ക് നേതൃത്വം നൽകിയവരാണ്. ക്രൂരതയുടെ കൊടി കേരളീയ സമൂഹത്തിൽ ഇത്ര ഉയരത്തിൽ പറത്തിയ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് സംശയമാണ്. പിന്നീട് ബ്രിട്ടീഷുകാർ, അതുപോലെ പലരും ഉണ്ട്. പക്ഷേ അങ്ങനെയുള്ള പോർച്ചുഗീസുകാർ പോലും, ഞാൻ പറയുന്നത് എത്ര നടുക്കുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു ജനതക്കും നിർവൃതികരമായ ഒരുപാട് കാര്യങ്ങൾ കൂടി അതിനിടയിൽ നിന്ന് കണ്ടെത്താൻ പറ്റും. അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് ഒരുമയുടെ മധുരമുള്ള ഓർമ്മകൾക്ക് ജീവിതം കൊണ്ട് നമ്മൾ കാവൽ നിൽക്കണമെന്ന് നമ്മുടെ ഈ സംവാദത്തിൻ്റെ ചർച്ചയുടെ തുടക്കത്തിൽ ഞാൻ പറയാൻ കാരണം അതാണ്. അപ്പം പറങ്കിമാവ് എന്ന് പറയുമ്പോൾ നമുക്കത് നൽകുന്ന, അതേസമയം പറങ്കിപ്പുണ്ണ് അത് നമുക്ക് വെച്ച് പൊറപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള സാധ്യതകൾ, നന്മകൾ, ഒരുമകൾ നമ്മുടെ ജീവിതത്തിൽ മുമ്പുണ്ടായിട്ടുണ്ടോ, ഇപ്പോഴുണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടോ, അതിനെയെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് വെറുപ്പിനെതിരെയുള്ള ഒരു പരിച നമ്മൾ ഒരുക്കണം. അതിന് നമ്മുടെ ചരിത്രത്തിൽ നിന്ന്, ഉദാഹരണമായിട്ട് നമ്മുടെ നവോത്ഥാന ചരിത്രമുണ്ട്, ഭക്തി പ്രസ്ഥാനമുണ്ട്, അതുപോലെ തന്നെ എത്രയോ കർഷക സമരങ്ങൾ നടന്നിട്ടുണ്ട്, തൊഴിലാളി സമരങ്ങൾ നടന്നിട്ടുണ്ട്, നാനാവിധത്തിലുള്ള ബഹുജന ഇടപെടലുകൾ നടന്നിട്ടുണ്ട്. ഇതിലൊക്കെ മനുഷ്യർക്കിടയിൽ സംഘർഷം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ സംഘർഷത്തിനിടയിലും അവർക്കിടയിൽ ഒരു സൗഹൃദവും സ്നേഹമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊരു വീടെടുത്താൽ, സമൂഹത്തിൻ്റെ ഒരു ചെറിയ യൂണിറ്റ് എന്ന അർത്ഥത്തിൽ വീടെടുത്താൽ, ആ വീട്ടിൽ എന്തുമാത്രം വൈവിധ്യമാണ്. ഒരാൾക്ക് ചായ ആണെങ്കിൽ വേറൊരാൾക്ക് കാപ്പി, ഒരാൾക്ക് ചായക്ക് മധുരം വേണമെങ്കിൽ മറ്റൊരാൾക്ക് ചായക്ക് മധുരം വേണ്ട. പല രീതിയിലാണ്. ഒരാൾ പുലർച്ചെ 4 മണിക്ക് എഴുന്നേൽക്കുമ്പോൾ വേറൊരാൾ 6 മണിക്ക് എണീക്കുന്നു, വേറൊരാൾ രാത്രി ജോലി കഴിഞ്ഞ് 6 മണിക്ക് എത്തിയിട്ട് ഉച്ച 1 മണി വരെ ഉറങ്ങുന്നു. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഞാൻ സാധാരണ ആലോചിക്കാറുണ്ട്, എത്ര തിരക്കുള്ള ഹോട്ടലിലും ഒരു വിളമ്പുകാരൻ വിളമ്പിക്കൊണ്ടിരിക്കുമ്പോൾ മീൻകറി ഒഴിക്കുന്ന സമയം വരുമ്പോൾ മീൻകറി ഒഴിക്കട്ടോ എന്ന് ചോദിക്കും. എന്നിട്ട് സമ്മതം വാങ്ങിയിട്ടേ ഒഴിക്കുള്ളൂ. കാരണം നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്കറിയാം, ചിലർക്ക് മത്സ്യം പറ്റില്ല, ചിലർക്ക് ചില കറികൾ പറ്റില്ല. ഇത്ര തിരക്കുള്ളൊരു സ്ഥലത്ത് പോലും അത് പാലിക്കുന്നുണ്ട്. പിന്നെ കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ രൂപീകരണത്തെപ്പറ്റി, നമ്മൾ കേരളത്തിൻ്റെ മാത്രമല്ല ലോകത്തിലെവിടെയുള്ള
സാമൂഹ്യ രൂപീകരണത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മനുഷ്യർക്കിടയിൽ പലതരത്തിലുള്ള സംഘർഷങ്ങളും സങ്കടകരമായ കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അതിനെ മനുഷ്യർ അതിജീവിക്കുന്നുണ്ട്. ആ അതിജീവിക്കാൻ മനുഷ്യരെ സഹായിക്കുന്ന മൂല്യങ്ങൾ ഏതാണോ അതിനെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതിലേക്കാണ് ഞാൻ വന്നത്. ഈ കേരളം ഇപ്പോൾ കാണുന്നൊരു കേരളമായിരുന്നില്ല ഒരു ഘട്ടത്തിലുണ്ടായിരുന്നത്. ജാതി കൊണ്ടും പലതരത്തിലുള്ള വിവേചനങ്ങൾ കൊണ്ടും വിഭജിതമായ ഒരു കേരളമാണ് ഉണ്ടായിരുന്നത്, നമുക്കെല്ലാം അറിയാം. അപ്പോൾ ഈ കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ജാതിവിരുദ്ധ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ മത പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, ഇതൊക്കെ തന്നെ ഈ ഒരു ഘട്ടത്തിൽ ജാതിക്കെതിരെയുള്ള ബ്രാഹ്മണിസത്തിനെതിരെയൊക്കെയുള്ള വലിയ സമരങ്ങൾ നടത്തുന്നതോടൊപ്പം തന്നെ ഇപ്പോൾ നാരായണ ഗുരുവിനെ പോലുള്ള ആളുകളൊക്കെ തന്നെ ഈ നേരത്തെ പറഞ്ഞ ചേർത്ത് പിടിക്കൽ എന്ന് പറയുന്ന ഒരു സംഗതി, എല്ലാവരും ആത്മസഹോദരരല്ലോ എന്നുള്ള ഭാവന, അത് വിവിധ നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് ആ മൂല്യമുണ്ടായിരുന്നു. അതാണ് നമുക്ക് ഇന്ന് കേരളത്തിൽ ഒരുമിച്ച് കൊണ്ടുപോകാൻ, പല വ്യത്യസ്തതകൾക്കിടയിലും ഒരുമിച്ച് പോകാൻ പറ്റുന്നൊരു സാഹചര്യം സൃഷ്ടിച്ചെന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ളൊരു പശ്ചാത്തലം കൂടി ഒന്ന് വിശദീകരിച്ചാൽ നന്നായി. അല്ല, ഇത് വളരെ വളരെ കൃത്യമായിട്ടുള്ള നമ്മൾ തുടർച്ചയായിട്ട് ആലോചിക്കേണ്ട ഒരു പ്രശ്നമാണ്. ഇപ്പോൾ ഞാൻ തുടങ്ങിയത് ഭാഷയിൽ നിന്നാണല്ലോ. അതെ. അപ്പം നമ്മൾ മലയാള ഭാഷ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ അറബി മലയാളം എന്ന് പറയുന്ന ഒരു ഭാഷ രൂപപ്പെട്ടു വരികയാണ്. ഇത് ലോകത്തിൽ വേറെ എവിടെയാണുള്ളത്? അതെ അതെ അറബിയും മലയാളവും ചേർന്നിട്ടാണ് അറബി മലയാളം. ഇത് രണ്ട് ഭാഷകൾ തമ്മിലുള്ള സാങ്കേതികമായൊരു സമന്വയമല്ല, അല്ല. മറിച്ച് പരസ്പരം ഇടപഴകിയ ജനങ്ങൾ, സംസ്കാരങ്ങളുടെ ഒരു സമന്വയം. ആ സമന്വയം നൽകിയ മഹത്തായൊരു സമ്മാനമാണ്, സംഭാവനയാണ് സത്യത്തിൽ അറബി മലയാളം എന്നുള്ളത്. അത് വലിയ വിപുലമായൊരു സാഹിത്യം സൃഷ്ടിച്ചിട്ടുണ്ട്. മുമ്പ് നമുക്ക് അതിൻ്റെ മൂല്യം പലവിധ കാരണങ്ങളാൽ വേണ്ടത്ര മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇപ്പോൾ അക്കാദമികമായി പോലും അതിൻ്റെ മൂല്യം തിരിച്ചറിയുകയും അതിലുള്ള ധാരാളം കൃതികൾ പുതുതായിട്ട് കണ്ടെത്തുകയും അതേക്കുറിച്ച് പഠനങ്ങൾ നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ ഈ മണ്ഡലത്തിൽ പണ്ഡിതനല്ല, എനിക്കിതേക്കുറിച്ച് പ്രാഥമികമായിട്ട് സാമാന്യ വിവരങ്ങൾ മാത്രമേ അറിയുള്ളൂ. പക്ഷേ ഒരു കാര്യമുണ്ട്, ധാരാളം അറബി വാക്കുകൾ മലയാളത്തിൽ കൂടിച്ചേർന്നിട്ടുണ്ട്. എത്രമാത്രം വാക്കുകൾ നമുക്ക് പറയാൻ പറ്റില്ല. നേരത്തെ ഞാൻ വയലാറിൻ്റെ വരി പറയാൻ കാരണം അതിലെത്ര മനോഹരമായിട്ടാണ് കൽബ് എന്ന് വന്നത്. പക്ഷേ കൂട്ടത്തിൽ നമ്മൾ ഒരു കാര്യം മറന്നു പോകാൻ പാടില്ല. അത് ഈ ചോദിച്ചതുപോലെ തന്നെ പഴയ കേരളത്തിൽ ഈ ജാതി സംഘർഷമൊക്കെ ഉണ്ടായല്ലോ, ബ്രാഹ്മണിക പ്രത്യയശാസ്ത്രത്തിൻ്റെ. സത്യത്തിൽ ഇന്ത്യയിൽ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ എന്നെ അമ്പരപ്പിച്ചൊരു കാര്യമാണ്, ഇന്ത്യയിലെ ആർക്കും, അതായത് മലയാളിക്കും തമിഴനും ഹിന്ദിക്കാരനും ഒക്കെ മനസ്സിലാവുന്ന ഉള്ളിൽ തട്ടുന്നൊരു വാക്കായിട്ടാണ് ദോസ്ത് എന്നുള്ള വാക്ക്. പക്ഷേ ദീനനാഥ് ബത്ര, ഇന്ത്യയിലെ ഫാസിസത്തിൻ്റെ വിദ്യാഭ്യാസ വിചക്ഷണൻ, വളരെ കൃത്യമായിട്ട് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് ഈ വാക്ക് പാഠപുസ്തകത്തിൽ നിന്ന് വെട്ടിക്കളയണമെന്നാണ്. വെട്ടിക്കളയണമെന്ന് പറഞ്ഞാൽ ഏറ്റവും മനോഹരമായൊരു വാക്ക്. ഏത് ഭാഷ സംസാരിക്കുന്ന ഇന്ത്യക്കാരനും എളുപ്പം മനസ്സിലാവുന്നൊരു വാക്ക്. വെട്ടിക്കളയണമെന്ന് അയാൾ പറയാൻ കാരണം അതിൽ ഉറുദു ഹിന്ദി സമന്വയത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈ സമന്വയത്തെ നമ്മൾ സ്വാഗതം ചെയ്യുമ്പോഴും അത് വെറുപ്പിനെതിരെ ഉയർത്തിപ്പിടിക്കണം എന്ന് കേരളത്തിൽ ഇരുന്നുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോഴും ഇന്ത്യയുടെ പല ഭാഗത്തും ഈ സമന്വയം രാഷ്ട്രശത്രുവാണ്, ഭാരത സംസ്കാരത്തിൽ കളങ്കം ചേർക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വലിയ തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ കേരളത്തിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോൾ എനിക്ക് ഏറ്റവും കൗതുകകരമായി തോന്നിയൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഔപചാരികമായിട്ട് ചരിത്രത്തെ കാണുമ്പോഴുള്ളൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പറയുന്നു. ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങളുടെ ആധാരം എന്താണ്, അതിൻ്റെ അടിപ്പടവുകൾ എന്താണ്, ഗുരു ചവിട്ടി നിന്ന മണ്ണേത് എന്ന് മൗലികമായുള്ളൊരു പരിശോധന നമ്മൾ നടത്തുമ്പോൾ അത് ഇവിടുത്തെ ജനജീവിതം, പരസ്പര സൗഹൃദത്തോടുള്ള ജനജീവിതം, ഗുരുവിൻ്റെ ജീവിതത്തെ നമ്മൾ പിന്തുടരുമ്പോൾ സാധാരണഗതിയിൽ ഗുരുവിന് പ്രധാനമായിട്ട് 3 ഭാഷകൾ, സംസ്കൃതവും തമിഴും മലയാളവും. അതിലുള്ള ഒരുപാട് പുസ്തകങ്ങൾ അദ്ദേഹം വായിച്ചിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ എത്രയോ പ്രധാനമാണ്, ഇപ്പം നേരത്തെ കോമ്രേഡ് പറഞ്ഞത് 1888 അരുവിപ്പുറത്തുള്ള ആ വിദ്വേഷം പാടില്ല, സോദരത്തേന വാഴുന്ന മാതൃകാസ്ഥാനം, അതൊരു സ്വപ്ന റിപ്പബ്ലിക്കാണ്, ഒരു സ്വപ്നയാണ്. ആ സ്വപ്ന റിപ്പബ്ലിക്കിലേക്ക് ഇദ്ദേഹം എങ്ങനെ എത്തി? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട 2-3 വർഷങ്ങൾ അലച്ചിലിൻ്റെ വർഷങ്ങളാണ്. അതിലദ്ദേഹം വ്യത്യസ്ത സാമൂഹ്യ വിഭാഗങ്ങളെ കണ്ടെത്തി.
അവരുടെ വീടുകളിൽ പോയി അവരുടെ ഭക്ഷണം കഴിച്ചു, കഴിച്ചു. അവരോടൊപ്പം അവരുടെ വിശ്വാസങ്ങൾ മനസ്സിലാക്കി. അതിൽ നിന്നൊക്കെയാണ് അദ്ദേഹത്തിന് ഈ ഒരു സൗഹൃദത്തെക്കുറിച്ച് ഇത്രയും സൂക്ഷ്മമായി പറയാനുള്ള ആന്തരികമായ ശേഷി. ഇപ്പോൾ സാധാരണ ഇന്ത്യൻ സന്യാസത്തിൻ്റെ ഒരു രീതിശാസ്ത്രം തന്നെയാണ് ഒരു പരിധി വരെ ശ്രീനാരായണ ഗുരു പിന്തുടർന്നത്. അതെ. പക്ഷെ അദ്ദേഹം ഈ അലച്ചിലിൻ്റെ കാലത്ത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, മുസ്ലിം വീടുകളിൽ നിന്ന് കോഴിയിറച്ചിയൊക്കെ അദ്ദേഹം കഴിച്ചിട്ടുണ്ട്. കഴിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികളുടെ അതെ, മത്സ്യത്തൊഴിലാളികളുടെ വീട്ടിൽ നിന്ന് മത്സ്യം കഴിച്ചിട്ടുണ്ട്. അങ്ങനെ വൈവിധ്യത്തിലൂടെ ബഹുസ്വരതയിലൂടെ കടന്നു പോകാൻ കഴിഞ്ഞു. അതിനെയാണ് ഞാൻ ജനസംസ്കാരം. അതെ. ആ ജനസംസ്കാരമാണ് സത്യത്തിൽ നമ്മുടെ നവോത്ഥാനത്തിനും ഭക്തി പ്രസ്ഥാനത്തിനുമൊക്കെ ഊർജം പകർന്നത്. ഇപ്പോൾ നമ്മൾ സാഹിത്യകൃതികളെ പറ്റി പറയും. ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ 1899 888 അരുവിപ്പുറം പ്രതിഷ്ഠ. ഒരു കൊല്ലം കഴിഞ്ഞപ്പം ചന്തുമേനോൻ്റെ ഇന്ദുലേഖ രൂപം കൊള്ളുന്നുണ്ട്. ഒരു 2-3 കൊല്ലം കഴിയുമ്പം 1992 പോത്തേരി കുഞ്ഞമ്പുവിൻ്റെ സരസ്വതി വിജയൻ രൂപം കൊള്ളുന്നുണ്ട്. ഇത് രണ്ടും സത്യത്തിൽ പരസ്പരം എതിരിടുകയും അതേസമയം ചില കാര്യങ്ങളിൽ പരസ്പരം പൊരുത്തപ്പെടുകയും ചെയ്യുന്ന രചനകളാണ്. ആധുനികതയുടെ ഒരു വരവിലെ ഒരു തുടക്കമായിട്ടൊക്കെ പറയാം. അതെ അതെ. മാത്രമല്ല 92 എഴുതപ്പെട്ട പോത്തേരി കുഞ്ഞമ്പുവിൻ്റെ സരസ്വതി വിജയം ഔദ്യോഗികമായിട്ട് പാഠപുസ്തകങ്ങളിലോ ഒന്നും സാഹിത്യ ചരിത്രത്തിലോ ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുത്തപ്പെട്ടില്ല. പക്ഷേ നമ്മളിപ്പം പറയുന്ന അല്ലെങ്കിൽ ഇതുപോലെ കേരളത്തിൻ്റെ പല ഭാഗത്തായി പല സമയത്തായി നടന്ന സംവാദങ്ങളും ചർച്ചകളും പഠനങ്ങളും ഗവേഷണ പ്രവർത്തനങ്ങളും എല്ലാം കൂടി ഇത്തരം ഉപേക്ഷിക്കപ്പെട്ട കൃതികളെ എടുത്തുയർത്തുന്നൊരു സ്ഥിതിയിലേക്ക് വന്നു. അത് വലിയൊരു ചുവടുവെപ്പാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ അറബി മലയാളം എന്ന് പറയുമ്പോൾ തന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ മത്സ്യത്തൊഴിലാളികൾക്കിടയിലുള്ള ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിലുള്ള അലച്ചിൽ കാലത്തെ ഏറ്റവും അടുത്ത ജീവിതം എന്ന് പറയുന്നത് തന്നെ ഈ കൂടിച്ചേരലാണ്. അപ്പോൾ നവോത്ഥാനത്തിൻ്റെ തന്നെ ആധാര അടിപ്പടവ് എന്ന് പറയുന്നത് സത്യത്തിൽ ഇവിടെ ജനങ്ങൾ ഒരുമയിൽ ജീവിച്ചിരുന്നു എന്നുള്ളതാണ്. ആ ഒരുമയ്ക്ക് വെല്ലുവിളി ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യൻ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അത് ജ്യോതിബ ഫുലെയും ഷാഹു മഹാരാജയും അംബേദ്കറും ലക്ഷ്മി നരസുവും EVR കേരളത്തിലാണെങ്കിൽ തമിഴ്നാട്ടിലാണെങ്കിൽ EVRനോടൊപ്പം അയോധ്യദാസും ഒക്കെ കേരളത്തിലാണെങ്കിൽ ഒരുപാട് പേർ നമുക്കറിയാം. നമ്മളവിടെ പേരുകളൊക്കെ സത്യത്തിൽ ആ പേരൊക്കെ നിരന്തരം ആവർത്തിക്കുന്നത് മലയാളിക്ക് ഒരു ഊർജം പകരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിൽ എല്ലാ വിഭാഗത്തിൽ നിന്നും നവോത്ഥാന പ്രതിഭകൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ക്രിസ്ത്യൻ സമൂഹത്തെക്കുറിച്ച് പറയുമ്പോൾ സാധാരണഗതിയിൽ അടയാളപ്പെടുത്തപ്പെട്ടവർ അതിലേറ്റവും പ്രമുഖനാണല്ലോ ചവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ. കാരുണ്യത്തിൻ്റെ ഒരു സ്രോതസ്സാണ്. മാത്രമല്ല പള്ളി വേണമെങ്കിൽ പള്ളിക്കൂടവും വേണം എന്ന വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട്. ആ പള്ളിക്കൂടത്തിലോ സകലർക്കും പ്രവേശനവും വേണം. അപ്പോൾ ഈ ഒരു ആശയം അദ്ദേഹം മുന്നോട്ട് വെച്ചു. ചാവറ അച്ഛനെക്കുറിച്ച് നമുക്ക് വിവരമുണ്ട്. പക്ഷേ ഇതുപോലെ എത്രയോ ആളുകളുണ്ടാവും. അവരൊക്കെ ഒരു ചരിത്രഘട്ടത്തിൽ ഭാഗത്തൊക്കെ അനേകം വീടുകളൊക്കെ പണിത് കൊടുത്ത സുക്കോളച്ചനെ പോലുള്ള ആളുകൾ ഉണ്ട്. അങ്ങനെ എത്രയോ ആളുകളുണ്ട്. അവരുടെ സംഭാവനകളെ നമ്മൾ ഇനിയും ഗവേഷണം നടത്തി കണ്ടെത്തേണ്ടതുണ്ട്. അത് സത്യത്തിൽ ഈ ഒരുമക്ക് ഊർജം പകരാനുള്ള ഒരു പ്രവർത്തനമായിരിക്കും. പിന്നെ നമ്മളിപ്പോൾ കേരളത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എന്നെ ഏറ്റവും ഉന്മത്തമാക്കുന്ന മത്തുപിടിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാക്കുകളിലൊന്ന് അൻപുക്കൊടി മക്കൾ. വൈകുണ്ഠസ്വാമി ജനങ്ങളെ വിളിച്ചത് ഹിന്ദുക്കളെ, മുസ്ലിങ്ങളെ, ക്രിസ്ത്യാനികളെ, നായരെ, നമ്പൂതിരിയെ എന്നല്ല, സ്നേഹത്തിൻ്റെ മക്കൾ, അൻപ്. അതത്ര മനോഹരമാണ്. അദ്ദേഹം കേരളത്തിലൊരു കൊടി ഉയർത്തി. അത് അൻപുക്കൊടിയാണ്, സ്നേഹത്തിൻ്റെ കൊടി. ശ്രീനാരായണ ഗുരുവും പ്രയോഗിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നത് മറ്റൊരുപാട് കൊടികൾ ഉയർന്നോട്ടെ വ്യത്യാസത്തിൻ്റെ, പക്ഷേ ഈ കൊടി താഴ്ത്താൻ പാടില്ല. ഈ കൊടി കൂടുതൽ ഉയരത്തിൽ ഉയർത്തുകയും അതോടൊപ്പം മറ്റു കൊടികൾ, വ്യത്യസ്ത ആശയങ്ങൾ അതൊക്കെ ഉണ്ടാവുകയും ചെയ്യാം. പക്ഷേ കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ സംഘകാലത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ ഐന്തിണകളെ പറ്റി പറയും. അവിടെയൊക്കെ വലിയൊരു സൗഹൃദമാണ്. അതായത് പർവ്വത പ്രദേശത്ത് ജീവിക്കുന്ന കുറിഞ്ചിയിലെ ആളുകൾ അവിടെയുള്ള വിഭവങ്ങൾ ശേഖരിക്കുന്നു. ആ വിഭവങ്ങൾ ഇപ്പോൾ നെയ്തൽ എന്ന് പറയുമ്പോൾ സമുദ്രതീരം, അവിടുന്ന് അവർ മത്സ്യം പിടിക്കുന്നു, അത് വെച്ചു മാറുന്നു.
കുറിഞ്ചി പ്രദേശത്ത് ജീവിക്കുന്ന ആൾ നെയ്തലിൽ വന്നാൽ അവർ മത്സ്യം പിടിച്ച് നെയ്തൽ വാസികളാവും. ഇവരവിടെ ചെന്നാൽ അവർ കുറിഞ്ചി വാസികളാവും. ഒരു മസിൽ പിടുത്തമില്ല. കൂടിക്കലരുണ്ട്. പക്ഷേ ഇതിൽ ഗുരുതരമായ മുറിവേൽപ്പിച്ചത് ജാതി മേൽക്കോയ്മയാണ്. ഒരു പക്ഷേ ഇന്നും ഇന്ത്യക്കാരുടെ ഐക്യത്തിന് ഒരുമക്ക് തടസ്സമാവുന്നത് പലരും തെറ്റിദ്ധരിക്കുന്നത് പോലെയും തെറ്റിദ്ധരിപ്പിക്കുന്നത് പോലെയും വ്യത്യസ്ത മതങ്ങളല്ല. ഇപ്പം ജനകീയ ഹിന്ദുമതം എടുത്താലും ക്രിസ്തുമതം എടുത്താലും ഇസ്ലാം മതം എടുത്താലും അതേക്കുറിച്ചൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും. ഇപ്പം മതരഹിതരുടെ കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ ഭൗതികവാദത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഇതിനോടൊക്കെ പല വിമർശനങ്ങളുണ്ടാവാം. പക്ഷെ അപ്പോഴും അത് മഹത്തായ മൂല്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അവരനോടുള്ള വിദ്വേഷം അവരാരും പുലർത്തിയിട്ടില്ല. ഇല്ല. അതേ സമയത്ത് ജാതി മേൽക്കോയ്മ എന്ന് പറയുന്നത് അപരവിദ്വേഷത്തിൻ്റെ മാനിഫെസ്റ്റോ ആണ്. അത് നമ്മൾ മുങ്ങി തപ്പിയാൽ അതിന് സൗഹൃദത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ ഒന്നും കിട്ടില്ല. അപ്പോൾ ഇത്തരം ഒരു പശ്ചാത്തലത്തിൽ ഞാൻ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സാംസ്കാരിക വിശകലനം നമ്മൾ നടത്തുമ്പോൾ ജാതി മേൽക്കോയ്മക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത സമരങ്ങളിലൂടെയാണ്, ഇടപെടലുകളിലൂടെയാണ് കേരളത്തിൻ്റെ സാഹോദര്യം രൂപപ്പെട്ടു വന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പം നേരത്തെ ഞാൻ 1836 വൈകുണ്ഠസ്വാമികൾ സമതാ സമാജം സ്ഥാപിക്കുന്നത്. പക്ഷേ ആ സമതാ സമാജം സ്ഥാപിക്കുന്നതിലേക്ക് ഏതൊക്കെ തരത്തിലുള്ള ആശയങ്ങൾ, അതിൽ ഇസ്ലാം മതത്തിൻ്റെയും ക്രിസ്തു മതത്തിൻ്റെയും അതുപോലെ ജനകീയ ഹിന്ദു മതത്തിൻ്റെയും ഒക്കെ ആശയങ്ങളുണ്ടാവും. അതുപോലെ തന്നെ പ്രധാനമാണ് ഈ മനുഷ്യൻ്റെ ആത്മാഭിമാനത്തെ ആദരിക്കുക എന്നുള്ളത്. 1852 മമ്പുറം തങ്ങളുടെ വളരെ പ്രസിദ്ധമായുള്ള ഒരു പ്രസ്താവന വരുന്നത്. ആ പ്രസ്താവനയ്ക്ക് പല അർത്ഥങ്ങളുമുണ്ട്. ആ 1836 മുതൽ തന്നെ കർഷക സമരങ്ങൾ, ചെറിയ ചെറിയ കർഷക സമരങ്ങൾ നടക്കുന്നുണ്ട്. കാരണം ഈ ജാതി മേൽക്കോയ്മയുടെ പ്രത്യയശാസ്ത്രത്തെ ദൃഢപ്പെടുത്തുന്ന സാമ്പത്തിക സ്രോതസ്സായിട്ട് ജമ്മിത്താണ് പ്രവർത്തിച്ചത്. ജമ്മിത്തത്തിൻ്റെയും ജാതി മേൽക്കോയ്മയുടെയും നിലനിൽപ്പിനെ ഉറപ്പുവരുത്തുന്ന ഒരു രാഷ്ട്രീയ സംവിധാനമായിട്ടാണ് നാടുവാഴ്ത്തം നിലനിന്നത്. അതുകൊണ്ടാണ് ജാതി ജമ്മി നാടുവാഴ്ത്തം എന്ന് EMS ഒക്കെ വിളിക്കുന്നത്. അതിൽ പലതും ഇനി കൂട്ടിച്ചേർക്കാനുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സമരങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ മമ്പുറം തങ്ങളുടെ ഇടപെടൽ വളരെ മഹത്തായ ഇടപെടലാണ്. അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഇടപെടലിനെ ഈ ഒരു പ്രസ്താവനയിൽ ഒതുക്കാൻ പറ്റില്ല. പക്ഷേ ഞാൻ സൗകര്യത്തിന് വേണ്ടി അദ്ദേഹം പറയുന്നുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ ആത്മാഭിമാനത്തെ, ഓരോ മനുഷ്യൻ്റെയും ആത്മാഭിമാനം ആദരിക്കപ്പെടേണ്ടതുണ്ട്. ഒരു തരത്തിലും ഒരാൾ അവഹേളിക്കപ്പെടാൻ പാടില്ല. അവഹേളിക്കപ്പെടേണ്ടത് കൊള്ളരുതായ്മകളാണ്. അത് എക്സ് ചെയ്താലും വൈ ചെയ്താലും അതിനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ തമ്പുരാന്ന് വിളിക്കരുത്, അടിയെന്ന് പറയരുത്, ഉച്ഛിഷ്ടം തിന്നരുത്, ചെയ്ത ജോലിക്ക് കൂലി ചോദിച്ചു വാങ്ങണം, നട്ടൽ നിവർത്തി നിവർന്ന് നടക്കണം, ആത്മാഭിമാനം കൈവെടിയരുത്. ഇത് ഏത് മതത്തിൽപ്പെട്ടവർക്കും സ്വീകരിക്കാവുന്നതാണ്, ഒരു മതത്തിൽപ്പെടാത്തവർക്കും സ്വീകരിക്കാവുന്നതാണ്. ഇതൊരു ചരിത്ര കാലഘട്ടത്തിൻ്റെ ഒരു ചൈതന്യത്തിൻ്റെ സംഗ്രഹമാണ്. ഇപ്പോൾ ഈ നമ്മൾ ഈ സ്വദേശാഭിമാനിയെക്കുറിച്ച് പറയുമ്പോൾ, സ്വദേശാഭിമാനി എന്ന പേരിനോടൊപ്പം പലപ്പോഴും ഈ വക്കം മൗലവിയുടെ പേര് നമ്മൾ പലപ്പോഴും മറന്നു പോകാറുണ്ട്. ആ ഒരു തരം ഈ സൗഹൃദം ഉണ്ടായിരുന്നു, അവർ തമ്മിലുള്ളൊരു സൗഹൃദവും ഗാഢമായൊരു സൗഹൃദത്തിൻ്റെ ഫലമായിട്ടാണല്ലോ സ്വദേശാഭിമാനിയെ പത്രാധിപരായിക്കൊണ്ട്. ഇത്തരം ഒരുപാട് സൗഹൃദങ്ങളും ബന്ധങ്ങളും കേരളത്തിൻ്റെ ചരിത്രത്തിലുണ്ട്. ഈ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം വക്കം മൗലവി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ധീരവും ത്യാഗ സമ്പൂർണവുമായ ഒരു ജീവിതത്തിൽ നിന്ന് വേർപെടുത്തിയിട്ട് നമുക്ക് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ കാണാൻ പറ്റില്ല. നമ്മുടെ നാട്ടിൽ എത്രയോ പത്രപ്രവർത്തകരുണ്ടായിരുന്നു, അവർ ധീരരായിരുന്നു. പക്ഷേ അവർക്ക് ധീരമായി സത്യം വിളിച്ചു പറയാൻ അനുകൂലമായ ഒരു പശ്ചാത്തലം ഒരുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അത്തരം ഒരു പശ്ചാത്തലത്തിലാണ് വക്കം മൗലവിയുടെ ഏറ്റവും ഗംഭീരമായുള്ള, അത് കേരള ചരിത്രത്തിലെ അസാധാരണമായുള്ള ഒരു സൗഹൃദമാണ്. അപ്പോൾ അങ്ങനെയുള്ള ധാരാളം സൗഹൃദങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ ഈ ഭാഷകളുടെ ഒരു ഒരുമിക്കൽ എന്ന് പറയുന്നത് തന്നെ ജനബന്ധത്തിൻ്റെ, ഇപ്പം ഏതാൾ സംസാരിക്കുമ്പോഴും ആ സംസാരിക്കുന്ന വാക്ക് ഈ ദീനാനാഥ് പത്ര കരുതുന്നത് പോലെ മറ്റേതെങ്കിലും ഭാഷയുമായിട്ട് കലർപ്പുള്ളതാണോ, കലർപ്പുണ്ടെങ്കിൽ അതിനെ നെഞ്ചത്ത് കത്തിയിറക്കണം എന്ന് ആരും കരുതുന്നില്ല. സംസാരിക്കുമ്പോൾ ആളുകളൊക്കെ സംസാരിക്കുകയാണ്. അതുപോലെ സാഹിത്യ സൃഷ്ടികളിൽ അത് കടന്നു വരികയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ ഒരു സൗഹൃദം
വിവിധ മതങ്ങളിൽപ്പെട്ട ആളുകളൊക്കെ തമ്മിലുള്ള സൗഹൃദം. മാത്രമല്ല ഞങ്ങളുടെ ഒക്കെ നാട്ടിൽ ഈ മനുഷ്യന്മാർ തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ, വ്യത്യസ്ത മതത്തിൽപ്പെട്ട മനുഷ്യർ തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ ആഴം അടയാളപ്പെടുത്തുന്ന, നമ്മളെ ബോധ്യപ്പെടുത്തുന്ന എത്രയോ നാട്ടുനർമ്മങ്ങളുണ്ട്. അപ്പം ഏറ്റവും ആഴത്തിൽ ബന്ധമുണ്ടെങ്കിൽ മാത്രമേ രണ്ടു പേർക്ക് പരസ്പരം കളിയാക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ പരിചയമില്ലാത്ത ആളുകൾ കളിയാക്കുമ്പോൾ നമ്മൾ പ്രകോപിതരാകും. അതേസമയത്ത് അതെ, ആഴത്തിലുള്ളൊരു സൗഹൃദം ഉണ്ടായി വരുമ്പോൾ അവിടെ പരസ്പരം എന്തും പറയാം. അങ്ങനെ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഞങ്ങളുടെ നാട്ടിൽ ഈ ചനപ്പാറകുന്നിൻ്റെ മുകളിൽ ഒരു മേനോക്കി നായരും ഒരു മുഹമ്മദ് കായും ഉണ്ട്. രണ്ടുപേരും അടുത്ത സുഹൃത്തുക്കളാണ്. ബാങ്ക് കേട്ടാൽ മുഹമ്മദ് കാ പള്ളിയിലേക്ക് പോകും, മറ്റാൾ അതിരാവിലെ ക്ഷേത്രത്തിൽ പോകും. മോര് കച്ചവടമാണ്, മറ്റാൾ വാഴക്കൊല കച്ചവടമാണ്. ആ കാലത്ത് കാവുണ്ടെന്ന് പറഞ്ഞിട്ട്, കാവ് എന്ന് പറയും, കാവുണ്ടെന്നും പറയും. അതായത് രണ്ട് തലക്കലും വലിയൊരു മുള, രണ്ട് തലക്കലും ഒരു കൊളുത്തുണ്ടാവും. അതിൽ ഭാരം, വാഴക്കൊലയാണെങ്കിൽ ഒരു 3-4 വാഴക്കൊല 2 ഭാഗത്തായിട്ട് കൊണ്ടുപോകാൻ പറ്റും. മോരാണെങ്കിൽ 2 വലിയ കുടം, എന്നിട്ട് അതിങ്ങനെ വെച്ച് പോവുക, ഇങ്ങനെ പോവുക ചെയ്യുക. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മോരൊക്കെ വിറ്റ് ഇയാൾ വാഴക്കൊലയൊക്കെ മാർക്കറ്റിൽ എത്തിച്ച് ഇയാളിങ്ങനെ മുന്നിൽ നടന്നപ്പോൾ ഇയാൾ വൈകുന്നേരത്തെ നിസ്കാരത്തിന് പള്ളിയിൽ പോകാൻ കഴിഞ്ഞില്ല. അപ്പോൾ അയാൾ ചാൻപാർക്കുന്നതിൻ്റെ മുകളിൽ നിസ്കരിക്കുകയാണ്. അപ്പോഴാണ് മേനോക്കാർ വരുന്നത്. അപ്പോൾ മേനോക്കാർ കാണുന്നത് ഇയാൾ ഇങ്ങനെ എഴുന്നേൽക്കുന്നു, പിന്നെ തലകുത്തുന്നു, വരുന്നു, വീണ്ടും തലകുത്തുന്നു. അപ്പം മേനോക്കാർ വിചാരിച്ച് ഇയാൾ തലകുത്തി മറിയാൻ ശ്രമിക്കുകയായിരിക്കും. അപ്പോൾ കാവുണ്ടെടുത്തിട്ട് നടുമറച്ചിട്ടു. ഇപ്പോഴാണെങ്കിൽ എന്താ സംഭവിക്കുക? അടിപൊട്ടൂലേ? അത് അവർ രണ്ടുപേരും തമ്മിൽ നിൽക്കൂല. ഇത് കേട്ടറിഞ്ഞ ആൾക്കാർ അടിക്കും. അപ്പം മുഹമ്മദ് ചോദിച്ചു, എന്താണ് മേനോക്കി നീ കാണിച്ചത്? അല്ല മുഹമ്മദ്, നീ ഇങ്ങനെ തലകുത്തുന്നു, എണീക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ചു നീ തലകുത്തി മറിയാൻ ശ്രമിക്കുകയാണ്. രണ്ടുപേരും കെട്ടിച്ചിരിച്ച് പൊട്ടിച്ചിരിച്ചു. ഈ ഒരു സൗഹൃദമാണ്. ഇത് വേണമെങ്കിൽ വലിയ പ്രശ്നമാക്കാം. പക്ഷേ അവർക്കിടയിൽ അതെ അവർക്കിടയിൽ അത് പ്രശ്നമായില്ല. അപ്പോൾ ആ ഒരു ഇങ്ങനെ ഇത്തരത്തിലുള്ള ധാരാളം കഥകളുണ്ട്. ഇപ്പം നമ്മൾ കുഞ്ഞായും മൊയ്ലിയാരും മങ്ങാട്ടച്ഛനും ഒരുപാട് കഥകളുണ്ടല്ലോ. ഇങ്ങനെ ഒരുപാട് നർമ്മങ്ങളുണ്ട്. അതിലൊക്കെ ഈ സൗഹൃദത്തിൻ്റെ ഒരു മധുരമുണ്ട്. സമരങ്ങളിൽ ഉള്ള ഐക്യം, ഇപ്പം മലബാർ കലാപം പോലും വ്യത്യസ്ത വിഭാഗങ്ങൾ തമ്മിലൊരു ഐക്യത്തിലൂടെയാണല്ലോ. എന്നെ ഇപ്പം ഈ വർഗീയമായി വ്യാഖ്യാനിക്കുന്നവരുണ്ട്. ഇപ്പം RSSൻ്റെ രൂപീകരണത്തിലേക്ക് എത്തിക്കുന്ന പോലും അതാണ്. പക്ഷേ മലബാറിൽ കർഷകരായിട്ടുള്ള ആളുകൾ ജന്മിത്വത്തിനെതിരെയുള്ള കലാപത്തിൽ മുസ്ലിങ്ങൾ മാത്രമല്ലല്ലോ ഉണ്ടായിരുന്നത്, ഹിന്ദുക്കളായ ആളുകളും ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു അതും വലിയൊരു സൗഹൃദത്തിൻ്റെ അതെ 921 സത്യത്തിൽ സൗഹൃദത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സ്മാരകമാണ് എന്നതിൻ്റെ കലാത്മകമായ സാക്ഷ്യം കേട്ടാൽ നമ്മൾ അമ്പരന്ന് പോവും. കുമാരനാശാൻ്റെ ദുരവസ്ഥ തന്നെയാണ്. കാരണം ദുരവസ്ഥ സത്യത്തിൽ ദുരവസ്ഥയിൽ ക്രൂര മുഹമ്മദന്മാർ, ദുഷ്ടർ, രാക്ഷസർ, ചത്തുവീണോരെ ചവിട്ടുന്ന ഉദ്ധതർ, ശുദ്ധിയില്ലാത്ത മലയാള ഭാഷയിൽ അസഭ്യം സംസാരിക്കുന്നവർ, ഇങ്ങനെ ഒട്ടേറെ മുസ്ലിം വിരുദ്ധതയുണ്ട്. ആ കൃതിക്കെതിരെ ആ കാലത്തെ മുസ്ലിം സമൂഹം രോഷാകുലമായി പ്രതികരിച്ചിട്ടുണ്ട്. കുമാരനാശൻ തന്നെയും ആ ഒരു രൂക്ഷമായ പ്രതികരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവിടെയും വലിയൊരു സൗഹൃദമുണ്ട്. വക്കം മൗലവി തിരുവനന്തപുരത്ത് ഒരു മീറ്റിംഗ് വിളിച്ചു ചേർക്കുകയാണ്. ഇതൊരു സംഘട്ടനത്തിലേക്ക് നീങ്ങുന്നുള്ള അവസ്ഥ വന്നപ്പോൾ കുമാരനാശാനെ കൂടി ഉൾപ്പെടുത്തി ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചിട്ട് ആ മീറ്റിങ്ങിൽ വെച്ച് ഇത് സൗഹൃദപൂർവ്വം പരിഹരിക്കുകയാണ്. കുമാരനാശൻ പറയുന്നത് അടുത്ത പതിപ്പിൽ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളൊക്കെ പരിഷ്കരിക്കാം എന്നാണ് പറയുന്നത്. സാധാരണ ഒരു കുമാരനാശൻ താൻ ഉപയോഗിച്ച ഒരു വാക്ക് അതിൽ വിട്ടുവീഴ്ച ചെയ്യുന്ന ആളല്ല. പക്ഷേ ആ ഒരു സൗഹൃദമാണ് ഇത്. ഒരു കവിതയെക്കുറിച്ച് പോലും അതിലെ വാക്കുകളെക്കുറിച്ച് പോലും തലനാരിഴ കയറി സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ദുരവസ്ഥയിൽ തന്നെ ഇങ്ങനെ മുസ്ലിം വിരുദ്ധമായ ഒട്ടേറെ പ്രയോഗങ്ങളുള്ള ദുരവസ്ഥ തന്നെ സത്യത്തിൽ 921 സാമുദായിക സൗഹാർദ്ദത്തിൻ്റെ സ്മാരകമാണ്. കാരണം ഇത് മാത്രം നോക്കിയാൽ മതിയല്ലോ. ഇല്ലം ഇടിച്ചു പൊളിക്കുന്നു, പക്ഷേ തൊട്ടടുത്ത് ചാത്തൻ്റെ കുടിൽ കോട്ട പോലെ സാവിത്രിക്ക് സംരക്ഷണമായിട്ട് മാറുന്നു. അപ്പം സത്യത്തിൽ ഈ
സങ്കുചിത മത കാഴ്ചപ്പാടാണെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ കാറ്റ് വന്നാൽ കരിയില പോലെ പറന്നു പോകാൻ മാത്രം ഭാരം കുറഞ്ഞ ഒന്നാണ് ചാത്തൻ്റെ കുടിൽ. പക്ഷെ ആ ചാത്തൻ്റെ കുടിലാണല്ലോ സാവിത്രി അതെ. സുരക്ഷിതയായത്. ആ കുടിലാണല്ലോ ഇല്ലത്തിനേക്കാൾ ഉറപ്പുള്ള വലിയ കോട്ടയായിട്ട് മാറുന്നത്. മാത്രമല്ല കുമാരനാശൻ ആ കൃതിയിൽ പറയുന്നുണ്ടല്ലോ, കുമാരനാശൻ മതപരിവർത്തനത്തിനെതിരായിരുന്നു. അതെ. ശ്രീനാരായണ പ്രസ്ഥാനത്തിൽ പലരും മതപരിവർത്തന അനുകൂലമായിരുന്നു. അതെ, കുമാരനാശൻ എതിർക്കുകയും മതപരിവർത്തന രസവാദം എഴുതുകയും ഒക്കെ ചെയ്ത ആളാണ്. പക്ഷേ ഇതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈ ജാതി ജയിലിൽ കിടന്ന് വീർപ്പ് മുട്ടുന്ന ആൾക്ക് അവർക്ക് ബുദ്ധിയുണ്ടെങ്കിൽ മതം മാറില്ലാതെ വേറെ മാർഗമൊന്നുമില്ല എന്ന് അദ്ദേഹം ഈ കൃതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് അത് വലിയൊരു തെളിവാണ്. പിന്നെ മാത്രമല്ല ഇതിൽ അതായത് ജമ്മികളായുള്ള മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒരു ഭാഗത്തും കുടിയാന്മാരായുള്ള മുസ്ലിങ്ങളും ഹിന്ദുക്കളും വേറൊരു ഭാഗത്തും, അങ്ങനെ ഇതൊരു കർഷക ലോകം ശ്രദ്ധിച്ച ഇന്ത്യൻ സമരം എന്നാണ് അത് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. കർഷക സമരമാണ്. സ്വാഭാവികമായിട്ട് ആ സമരത്തിൻ്റെ ഇടയിൽ ചില വഴുക്കലുകൾ സംഭവിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഒരു വേദനയാണ്. പക്ഷേ ചില മുറിവുകളുണ്ട്. ചില മുറിവുകളുണ്ട്. ലോകത്തിലെ എല്ലാ വിപ്ലവങ്ങളിലും ഇതുപോലുള്ള ലളിതാംബിക അന്തർജനത്തിൻ്റെ പ്രസിദ്ധമായുള്ളൊരു കഥയുണ്ട്, മനുഷ്യപുത്രി. വളരെ വികാരാർദ്ധമാണ്. അത് ഇത്തരം അവസ്ഥയെക്കുറിച്ചാണ്. അതായത് ഒരു വിപ്ലവ കാലഘട്ടത്തിൽ പാഴ്മരങ്ങൾക്കൊപ്പം ചില ബലവൃക്ഷങ്ങളും പെട്ടുപോകാൻ പാടില്ല. ഇതേക്കുറിച്ചുള്ള ആഴത്തിലുള്ള ഒരുപക്ഷെ എന്നെയൊക്കെ വല്ലാതെ ഉൾക്കിടലുണ്ടാക്കിയുള്ള ഒരു നാടകമാണ് ആൽബേർ കാമുവിൻ്റെ ദ ജസ്റ്റ് അസാസിൻസ്. 49 മറ്റോ എഴുതിയ നാടകമാണ്. അതിൽ ഈ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം കാല്യനേവ്, അയാളെയാണ് ആർച്ച് ഡ്യൂക്കിന്, ഇത് സത്യത്തിൽ നടന്ന സംഭവമാണ്, 905 ഈ ആർച്ച് ഡ്യൂക്ക് അയാളെ കൊല്ലാൻ വേണ്ടി വിപ്ലവകാരികൾ തീരുമാനിക്കുക. അപ്പം ബോംബൊക്കെ ആയിട്ട് കല്യനേവ് പോകുമ്പോൾ ഈ ഡ്യൂക്കിൻ്റെ 2 ഭാഗത്തും ഇടത്തും വലത്തും 2 കുട്ടികളുണ്ട്. ഇയാൾക്ക് ബോംബ് എറിയാൻ കഴിഞ്ഞില്ല. അത് വലിയ തർക്കമാവുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ 921 വലിയ രക്തപ്പുഴയൊക്കെ ഒഴുകുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, കൊലകളുണ്ടായിട്ടുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ അപ്പുറം അതിലടിത്തട്ടിലെ മനുഷ്യരിലെ വലിയൊരു സൗഹൃദം രൂപപ്പെട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ പറയുന്ന ഈ വേഗൺ മസാക്കർ, ആ മസാക്കറിൽ ശ്വാസം മുട്ടി മരിച്ചവരിൽ പോലും മുസ്ലിങ്ങൾ മാത്രമല്ല ഉള്ളത് എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് എല്ലാ സമരങ്ങൾക്കും, ജമ്മിത്ത വിരുദ്ധ സമരത്തിലും അത് ജമ്മികൾക്കെതിരെയുള്ള മുന്നേറ്റമായിരുന്നു. ആ മുന്നേറ്റത്തിൽ ചില മുറിവുകൾ ഉണ്ടാവാം, പക്ഷേ അത് ജനങ്ങൾക്കിടയിൽ വലിയ ഐക്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ നാരായണഗുരു ആലുവയിൽ വിളിച്ചു ചേർക്കുന്നത് ഹിന്ദു സമ്മേളനമല്ല, സർവ്വമത സമ്മേളനമാണ് വിളിച്ചു ചേർക്കുന്നത്. എല്ലാ മതവിഭാഗത്തിലും പെടുന്ന പണ്ഡിതന്മാരും ഒക്കെ ഉൾപ്പെടുന്ന പുരോഹിതന്മാരും ഒക്കെ ഒരുമിച്ച് ചേരുന്ന ഒരു വലിയ സമ്മേളനമാണ് സർവ്വമത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത്. ഇപ്പോഴും അത് ഓർമ്മിക്കപ്പെടുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, ഈ സർവ്വമത സമ്മേളനം വിളിച്ചു ചേർക്കുകയും സർവ്വമതങ്ങളുടെയും സാരം ഒന്നാണ് എന്നൊക്കെ പറയുകയും ചെയ്യുന്ന തരത്തിൽ ഉണ്ടായിരുന്ന ഒരു മൂവ്മെൻറ്റിൽ, ആ മൂവ്മെൻറ്റിൻ്റെ തുടർച്ചയായി ഇപ്പോൾ എത്തിയിരിക്കുന്ന ആളുകൾ വലിയ തരത്തിലുള്ള വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അത് വളരെ ഗുരുതരമായൊരു സാഹചര്യമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മാസ്റ്റർ മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ അത്തരത്തിലൊരു പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ വലിയ തോതിൽ കേരളത്തിൽ വലിയ വിദ്വേഷ പ്രചാരം നടത്തുന്നു. ഇതിനൊരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടെ ദേശീയ തലത്തിലും കേരളത്തിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതിനെക്കുറിച്ച് കൂടെ ഒന്ന് നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്. ഓക്കെ, അത് വളരെ വളരെ അനിവാര്യമാണ്. കാരണം അതിനെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് കേരളത്തിൽ ഇനിയൊരു നവോത്ഥാന സംവാദം അസാധ്യമാണ്. അപ്പോൾ അതിൻ്റെ മുമ്പേ ഒരു കാര്യം ഞാൻ കൂട്ടിച്ചേർക്കാം. അപ്പോൾ നമ്മൾ ഈ 924 സർവ്വമത സമ്മേളനത്തെക്കുറിച്ച് പറയുമ്പോൾ അതിന് മുമ്പ് തന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ വലിയ ഇസ്ലാമിക പണ്ഡിതനായ ഒരു മൗലവി, അബ്ദുൽ ഖാദർ മൗലവി, അസീസ് മൗലവി, പല പുസ്തകങ്ങളിൽ പല പേരിലുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ രോഗിയായി കിടക്കുമ്പോൾ ഇദ്ദേഹം ഗുരു ചെല്ലുന്നുണ്ട്. എന്നിട്ട് ഗുരു ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ ഇവിടെ രോഗം പിടിച്ച് ഇവിടെ എന്തിനാണ് ഇരിക്കുന്നത്? ശിവഗിരിയിലേക്ക് വരൂ, അവിടെ ഞാനൊരു പള്ളി പണി കഴിപ്പിച്ച് തരാം, അവിടെ നിങ്ങൾക്ക് ഖുറാനിൽ പറയുന്ന നല്ല നല്ല കാര്യങ്ങളൊക്കെ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കാമല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഒരു കാലം എന്ന് പറഞ്ഞാൽ പള്ളി പൊളിക്കുന്ന ഒരു കാലം, അതിൽ അർമാദിക്കുന്ന ഒരു കാലം. അതേസമയത്ത് നവോത്ഥാനത്തിൻ്റെ കാലം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഒരു സൗഹൃദത്തിൻ്റെ കാലം. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ വ്യത്യസ്ത മതത്തിൽപ്പെട്ട പണ്ഡിതന്മാർക്ക് ഐക്യപ്പെടാൻ കഴിഞ്ഞത്?
അതിൻ്റെ അടിസ്ഥാനപരമായ കാരണങ്ങളിലൊന്ന് അവർക്ക് അവർ പ്രദാനം ചെയ്യുന്ന മതത്തെക്കുറിച്ച് ആഴത്തിൽ അറിവുണ്ട്. ബോധ്യമുണ്ടായിരുന്നു ഉം. എന്നുള്ളതാണ്. അതെ. ഇപ്പം നമ്മൾ വന്നാൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ആ, ആ, മൂല്യങ്ങളുമായി ഒരു ബന്ധവും പുലർത്താത്ത, അതിന് നേരെ വിപരീതമായി അതെ, പ്രവർത്തിക്കുന്നു. അതിൻ്റെ ഇപ്പം ഒറ്റ വാചകത്ത് പറഞ്ഞാൽ, ഞാൻ എൻ്റെ ഒരു പ്രബന്ധത്തിൽ ഉപയോഗിച്ച വാക്ക് വെള്ളാപ്പള്ളി വിഷം എന്നാണ്. ആ കേരളത്തിൻ്റെ നവോത്ഥാന സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നിൽക്കാൻ ചെയർമാനെ. വെള്ളാപ്പള്ളിക്ക് ഒരർഹതയില്ല. ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിൽ വന്നു ചേർന്ന ഒരു അർഹത, ആ അർഹതക്ക് വ്യക്തിപരമായി എനിക്ക് യാതൊരു അർഹതയില്ല എന്ന് അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി വെച്ച് പൊറുപ്പിക്കാൻ പാടില്ലാത്ത തരത്തിൽ ഉള്ള ഒരവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹം എന്താണ് പറയുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹത്തിന് തന്നെ ബോധ്യമുണ്ടോ എന്നുള്ളത് സംശയാസ്പദമാണ്. പക്ഷേ ഈ പറയുന്നതൊക്കെ ഒരു നവോത്ഥാന കാഴ്ചപ്പാട് പുലർത്തുന്ന ആൾ ഒരിക്കലും പറയാൻ പാടില്ലാത്തതാണ്. കാരണം നമ്മൾ പരമാവധി ശ്രമിക്കേണ്ടത്, പ്രത്യേകിച്ച് ഒരു നവഫാസിസ്റ്റ് കാലത്ത് നമ്മൾ പരമാവധി ശ്രമിക്കേണ്ടത് എങ്ങനെയൊക്കെ ഐക്യം ഉണ്ടാക്കാമെന്നാണ്. പ്രകാശ് രാജിൻ്റെ ഒരു വൈറലായുള്ള പ്രഭാഷണത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, അവർ 100 നുണ പറയുമ്പോൾ നമ്മൾ 1000 സത്യം പറയണം. അതിന് പകരം ഈ സത്യം പറയുമെന്ന് ഇനി സത്യം പറയണ്ട, നുണ പറയാതിരിക്കാമല്ലോ. പറയാതിരിക്കാം. അപ്പം വളരെ നവോത്ഥാനത്തിന് പരിക്കേൽപ്പിക്കുന്ന പ്രവർത്തനത്തിലൂടെയാണ്. എനിക്ക് തോന്നുന്നു അതൊരു അതിൻ്റെ ഒരു ഞാനതാണ് അതിലേക്കാണ് വന്നത്. ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്. ഇപ്പോൾ ദേശീയ തലത്തിലുണ്ടായിരിക്കുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട് ഇത്തരത്തിലുള്ള ഒരു വിദ്വേഷ പ്രചാരണങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ, അത് കേരളത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ വിദ്വേഷ പ്രചാരണത്തിൻ്റെ ഒരു വാഹകനാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനാണെങ്കിലും PC ജോർജ് ആണെങ്കിലും കാസ പോലുള്ള സംഘടനകളാണെങ്കിലും ഒക്കെ ആ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഈ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് ഇത് കടന്നു വരുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അതിനെക്കുറിച്ച് കൂടെ ഒന്ന് സംസാരിക്കേണ്ടത്. അല്ല, ഇന്ത്യൻ അവസ്ഥ സത്യത്തിൽ കേരളം എന്ന് പറയുന്നത് മതനിരപേക്ഷതയുടെ വലിയൊരു കോട്ടയാണ്. പരിമിതികൾ ഒരുപാടുണ്ട്. പക്ഷേ പരിമിതികളെക്കുറിച്ചുള്ള ബോധ്യത്തോടു കൂടി തന്നെ ഈ സാധ്യതകൾക്ക് സ്വാഗതം പറയാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് ഇന്ത്യൻ ഫാസിസ്റ്റുകൾ ഏറ്റവും ഭയപ്പെടുന്ന ഒരു ഫാസിസ്റ്റ് വിരുദ്ധ ഉരുക്കുകോട്ടയാണ്. അതുകൊണ്ട് ഇത് പൊളിക്കണം എന്നുള്ളത് അവരുടെ തീരുമാനം ഒന്നാമത്തെ അജണ്ടയാണ്. അത് പൊളിക്കാനുള്ള പലതരം പ്രവർത്തനങ്ങളിലാണ് അവർ വ്യാപരിച്ചിരിക്കുന്നത്. അത് ഒരു പ്രതിരോധം ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങൾ അതെ, അത് പരോക്ഷമായിട്ട് നിർവഹിക്കപ്പെടുന്നുണ്ട്, പ്രത്യക്ഷമായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങൾ ഒരു വിധേനയും ഈ നവഫാസിസ്റ്റ് ആശയങ്ങളായിട്ട് പൊരുത്തപ്പെടില്ല. പക്ഷെ അവർ വേറൊരു കാര്യം ചെയ്തിട്ടുണ്ട്. അവർ വ്യാപകമായിട്ട് വീടുകളിലൊക്കെ വിതരണം ചെയ്യുന്ന അവരുടെ ലഘുലേഖയിൽ മാതാ അമൃതാനന്ദമയി, ശ്രീനാരായണ ഗുരു, അതുപോലെ അയ്യങ്കാളി, പിന്നെ RSS, ഹിന്ദു മഹാസംഘം, ഹിന്ദു സേവാ സമിതി, ഇതെല്ലാം കൂടി ഒരുമിച്ച് പ്രവർത്തിച്ചതാണ് കേരളത്തിൻ്റെ നവോത്ഥാനം അവർ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട്. അത് പ്രത്യക്ഷമായിട്ട് അവർ ചെയ്തത്. അതേസമയം തന്നെ ജനായത്ത കാഴ്ചപ്പാട് പുലർത്തും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നവരുടെ വായക്കകത്ത് അവർ കയറിയിരുന്നിട്ട് അവർക്കെന്താണോ വിളിച്ചു കൂവേണ്ടത് അത് ഇവരെ കൊണ്ട് പറയുന്നുണ്ട്. ചിലരുടെയൊക്കെ വായ ഇന്ത്യൻ നവഫാസത്തിൻ്റെ വാടക കൊടുക്കാത്ത ഓഫീസാണോ എന്നുപോലും നമുക്ക് തോന്നിപ്പോകുന്ന തരത്തിലാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ. പക്ഷേ ഇതേക്കുറിച്ച് ജനങ്ങൾക്ക് ബോധ്യം വരുന്നുണ്ട്. അവർ ഇതിനെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. ശ്രീനാരായണ പ്രസ്ഥാനത്തിലെ തന്നെ ഒരുപാട് പേർ, ഇപ്പോൾ ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ ഒരുപാട് സംഘടനകളുണ്ട്, അവരാരും തന്നെ ഈ കാഴ്ചപ്പാടിനെ പിന്തുണയ്ക്കുന്നില്ല. ഇത് ശ്രീനാരായണ ഗുരുവിനെ അവഹേളിക്കലാണ് ശരിക്കും. അത് സമുദായത്തിന് തന്നെ ബോധ്യപ്പെട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ പ്രതികരണങ്ങൾ സമുദായത്തിന് നന്നായി ബോധ്യപ്പെട്ട് വരുന്നുണ്ട്. അതിൻ്റെ ധാരാളം പ്രതികരണങ്ങൾ ഉണ്ടായിത്തീരുന്നുണ്ട്. പക്ഷേ ഈ ആശയങ്ങൾക്ക് ഇപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു വ്യക്തിപരമായ അനുഭവം പറയാം. അത് മുമ്പൊക്കെ നമ്മൾ സാംസ്കാരിക പ്രഭാഷണമൊക്കെ നടത്തുമ്പോൾ വോട്ട് അരിവാളിനും മനസ്സ് പൈങ്കിളിക്കും, ഈ പ്രയോഗം ഡോക്ടർ മോഹൻ തമ്പി മാഷിൻ്റെയാണ്. അപ്പോൾ അത് വളരെ ശരി തന്നെയായിരുന്നു. അതായത് വളരെ വിപ്ലവകരമായുള്ള ബോധപൂർവമായ കാഴ്ചപ്പാട് പുലർത്തുക, അതേസമയം തന്നെ ആന്തരിക ജീവിതത്തിൽ ഈ പറയുന്ന പൈങ്കിളിത്തരമായിട്ട്
അത് സത്യത്തിൽ അന്ന് തന്നെ ഇടതുപക്ഷ സാംസ്കാരിക പ്രവർത്തകർ എന്നുള്ള നിലക്ക് ഞങ്ങളെല്ലാം മുമ്പോട്ട് വെച്ചൊരു കാര്യമുണ്ട്. രാഷ്ട്രീയ പ്രബുദ്ധതയും സാംസ്കാരിക പിന്നോക്കാവസ്ഥയും ഏറെക്കാലം പൊരുത്തപ്പെട്ടു പോവില്ല. ഇല്ല. എവിടെങ്കിലും വെച്ച് അവർക്ക് അടിച്ച് പിരിയേണ്ടി വരും. അപ്പോൾ ദീർഘകാലം അത് ചില പാച്ചപ്പ് പ്രവർത്തനങ്ങളിലൂടെ ഈ രാഷ്ട്രീയ പ്രബുദ്ധതയും അതോടൊപ്പം തന്നെ ഈ പൈങ്കിളിത്തരവും ഒരുമിച്ച് പോകുന്നത് നമ്മൾ കണ്ടു. എന്നാൽ ഒരുമിച്ച് പോകാൻ കഴിയാത്തൊരവസ്ഥ വന്നപ്പോൾ ഈ ഒരു ഇടസ്ഥലത്തേക്ക് ഇടിച്ചു കയറിയത് ഫാസിസ്റ്റ് ആശയങ്ങളാണ്. അപ്പോൾ ഞാൻ ഈ അടുത്ത്, അതായത് ഇപ്പം കോഴിക്കോട് തന്നെ ഞാൻ നടത്തിയൊരു പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞു, മുമ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, വോട്ട് അരിവാളിനും മനസ്സ് താമരക്കും നൽകുന്നൊരവസ്ഥ പതുക്കെ വന്നു ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അതെ. അപ്പോൾ അത് കഴിഞ്ഞ് പ്രഭാഷണങ്ങളുടെ അവസാനിപ്പിച്ചപ്പോൾ കേരളത്തിലെ ശ്രദ്ധേയരായുള്ള രണ്ട് പ്രതിഭകൾ, ഒന്ന് ഡോക്ടർ ഷിനാസ്, മറ്റൊന്ന് നമ്മുടെ ചരിത്ര പ്രതിഭ, പേര് പെട്ടെന്ന് വരുന്നില്ല, അബ്ദുൾ റസാഖ് ശ്രദ്ധേയനായുള്ള ചരിത്ര പ്രതിഭയാണ്. ഷിനാസും അതുപോലെ തന്നെ സാംസ്കാരിക വിമർശകൻ എന്നുള്ള ശ്രദ്ധേയനാണ്. രണ്ടുപേരും വന്നിട്ട് ഒരേ കാര്യമാണ് പെട്ടെന്ന് ഒരു മുൻകൂർ ആലോചനയും അവർ തമ്മിൽ നടത്താതെ പ്രകടിപ്പിച്ചു പോയത്. അതെന്താന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്കൊരു തിരുത്തുണ്ട്. ആ തിരുത്ത് എന്താന്ന് പറഞ്ഞാൽ, മനസ്സ് മാത്രമല്ല വോട്ടും താമരക്കായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വലിയൊരു താക്കീതാണ്. ഇതിനെ അഭിമുഖീകരിക്കുന്നില്ലെങ്കിൽ നമുക്കതിനെ അതിജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളതിനെ, അങ്ങനെ ഒരു വസ്തുത ഉണ്ട് കേരളത്തിൽ. അതായത് കിട്ടുന്ന വോട്ടിനേക്കാൾ സാംസ്കാരികമായ മേൽക്കോയ്മ ഉണ്ട് എന്നാണ് മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ വോട്ടിൻ്റെ മണ്ഡലത്തിലും വലിയ ഒരു മുന്നേറ്റം. അതായത് കേരളത്തിൻ്റെ തലസ്ഥാനം ഇന്ത്യൻ ഫാസിസ്റ്റുകളുടെ ആധിപത്യത്തിൻ്റെ കീഴിലായി എന്നുള്ളത് തന്നെ മലയാളി കണ്ണു തുറക്കേണ്ട ഒരു സംഭവമാണ്. പക്ഷേ ഇതിൽ വേറൊരു പ്രശ്നം കൂടിയുണ്ട്. ഈ നമ്മൾ പറഞ്ഞ വിദ്വേഷ പ്രചാരണം നടത്തുന്ന കൃത്യമായൊരു ഹിന്ദുത്വ അജണ്ടയാണ് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഈ ശ്രീനാരായണ ഗുരു എന്താണോ പറഞ്ഞത് അതിന് നേർ വിപരീതമായ തരത്തിൽ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ, നമുക്ക് കൃത്യമായി അറിയാം. അദ്ദേഹം ആ ദൗത്യവും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പിന്തുണ, പ്രത്യക്ഷമോ പരോക്ഷമായ രാഷ്ട്രീയ പിന്തുണ കുറെ കൂടെ അപകടകരമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താ മാഷിന്? അല്ല, ഇതിന് കിട്ടുന്ന രാഷ്ട്രീയ പിന്തുണ എന്ന് പറഞ്ഞാൽ, ഒന്ന് പ്രധാനമായിട്ടും ഇന്ത്യയിലെ ഫാസിസ്റ്റുകളിൽ നിന്ന് കിട്ടുന്ന പിന്തുണയാണ്. രണ്ടാമത്തേത് ഇത്തരത്തിലുള്ള പ്രസ്താവനകളുടെ പാപ്പരത്വം അത് തുറന്നു കാണിക്കേണ്ട മാധ്യമങ്ങൾ, സാംസ്കാരിക പ്രതിഭകൾ, അവരിത്തരം ഒരു സംഭവത്തിൽ മൗനം പാലിക്കുന്നു. അതുണ്ടാക്കുന്ന ഒരപകടമുണ്ട്. പിന്നെ മൂന്നാമതായിട്ട് ഒരുപക്ഷെ ആഴത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടത് കേരളത്തിലെ ഒരു പുതിയ മധ്യവർഗം, ന്യൂ മിഡിൽ ക്ലാസ്, അവർ ഈ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ കാര്യങ്ങളിൽ നിന്നൊക്കെ വലിയ തോതിൽ പിൻവലിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നവോത്ഥാനത്തെപ്പറ്റി പറയുമ്പോൾ ഈ നവോത്ഥാനത്തിൻ്റെ മുന്നിൽ നിന്നത് അക്കാലത്തെ മധ്യവർഗമാണ്. ഇപ്പോൾ നമ്മൾ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പറഞ്ഞാലും അയ്യങ്കാളിയെക്കുറിച്ച് പറഞ്ഞാലും അവർക്കൊക്കെ ചവിട്ടി നിൽക്കാനുള്ള മണ്ണുണ്ട്. എന്നാൽ ഇന്ന് സൗകര്യം വർദ്ധിച്ചപ്പോൾ, സമൃദ്ധി വന്നു ചേർന്നപ്പോൾ, നമുക്ക് സങ്കല്പിക്കാനാവാത്ത വിധത്തിൽ പൊതുജീവിതത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്ന് മാത്രമല്ല, സ്വകാര്യ ജീവിതത്തിൻ്റെ മഹിമയും അതിൻ്റെ ഒരു ഔന്നത്യമൊക്കെ പാടിപ്പുകഴ്ത്തുന്നവരായിട്ട് തീരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഈ തട്ടുപൊളിപ്പൻ പ്രസ്താവനകളൊക്കെ ഒരുതരം ഹരംപകരമാണ്. ഇപ്പോൾ യുദ്ധമൊക്കെ നമ്മളിപ്പം പറയല്ലോ, യുദ്ധത്തെയൊക്കെ ഒരു പൂരത്തിലെ വെടിക്കെട്ട് പോലെ കാണുന്നൊരവസ്ഥ. ട്രംപ് ഇങ്ങനെ പറയുമ്പോൾ, അതായത് ഈ വമ്പത്തരം, ഇപ്പം മുമ്പ് തന്നെ നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, ഗുണ്ടകളെ പ്രണയിക്കുന്ന അവസ്ഥ, ഗുണ്ടകൾ ആദരിക്കപ്പെടുക, ഇതൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ രീതിയിൽ കേരളത്തിലെ പുതിയ മധ്യവർഗത്തിൻ്റെ മാനസികാവസ്ഥയിലൊക്കെ വലിയ മാറ്റം വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഇപ്പോൾ നവോത്ഥാന സമിതിയുടെ ചെയർമാനാണ് വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോഴും. അപ്പോൾ ഈ രാഷ്ട്രീയ നേതൃത്വം ഇപ്പോഴും കൊടുക്കുന്ന ഒരു പിന്തുണ പ്രശ്നമല്ലേ എന്നാണ് ഞാൻ നേരത്തെ. അല്ല, നവോത്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ നിൽക്കാൻ ഒരർഹതയും വെള്ളാപ്പള്ളി നടേശനില്ല എന്ന് മറ്റാരും പറയേണ്ടതില്ല. വെള്ളാപ്പള്ളി നടേശൻ തന്നെ
ഓരോ ദിവസം കഴിയുന്തോറും അത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മാധ്യമ പ്രവർത്തകനെ കയറിയിട്ട് തീവ്രവാദി എന്ന് വിളിക്കുന്നു. പിന്നെ മലപ്പുറം ജില്ലയെക്കുറിച്ച് പലതരത്തിലുള്ള, മലപ്പുറം ജില്ല കേരളത്തിൻ്റെ ഇന്ത്യയുടെ ഭാഗമായുള്ളൊരു ജില്ലയാണല്ലോ. അപ്പോൾ ആ ജില്ലയെക്കുറിച്ചുള്ള പലതരത്തിലുള്ള സംഘപരിവാർ സൃഷ്ടിച്ചെടുത്തുള്ള മലപ്പുറം ജില്ലാ രൂപീകരണത്തിനെതിരെ ഏറ്റവും വലിയ സമരം നടത്തി പരാജയപ്പെട്ട് അതിൽ ഇച്ഛാഭംഗം വന്നിട്ടുള്ള ഇന്ത്യൻ ഫാസിസ്റ്റുകളെ തൃപ്തിപ്പെടുത്തുന്ന ഡയലോഗുകളാണ് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് അവരെ ഒഴിച്ച് മറ്റാരെയും തൃപ്തിപ്പെടുത്തുകയില്ല എന്നുള്ളതാണ്. പിന്നെ ഏത് ജില്ലയും, മലപ്പുറം മാത്രമല്ല കേരളത്തിലെ ഏത് ജില്ലയിലും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും സൗഹൃദത്തോടെ ജീവിക്കുകയാണ്. പിന്നെ ചില ജില്ലകളിൽ ചില മതവിഭാഗങ്ങൾക്ക്, ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒക്കെ ഭൂരിപക്ഷം ഉണ്ടാവും. അത് വെച്ചിട്ട് വളരെ തിരക്കിട്ട് ഒരു അടിസ്ഥാനവും ഇല്ലാത്ത ആരോപണങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു തരത്തിലും നീതീകരിക്കപ്പെടുകയില്ല. അദ്ദേഹത്തിന് കേരളത്തിൻ്റെ പ്രബുദ്ധതയുടെ മുമ്പിൽ ആത്മാഭിമാനത്തോടെ നിവർന്നു നിൽക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഞാനത് വേറൊരു വിഷയം നമ്മൾ ഇതേക്കുറിച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ, ഇപ്പോൾ ഈ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ നവോത്ഥാന ശ്രമങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ഇതേപോലെ തന്നെ ഒരു വിദ്വേഷ പ്രചാരണമാണ് ഇപ്പോൾ കാസ പോലുള്ള സംഘടനകൾ നടത്തിയത്. പി സി ജോർജിനെ പോലുള്ള ആളുകൾ, ബി ജെ പിയുമായിട്ടിലേക്കൊക്കെ കുറേ ആളുകൾ ഈ സമുദായത്തിൽ നിന്ന് പോകുന്നു. ബി ജെ പി ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്നു. അത് എത്രമാത്രം വിജയമാണെന്നറിയില്ല. പക്ഷേ ഇത്തരം ആളുകൾ, ഇപ്പോൾ കാസ എന്ന് പറയുന്ന സംഘടന RSSൻ്റെ ഒരു പോഷക സംഘടന പോലെയാണ്, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ ഒരു പോഷക സംഘടന പോലെയാണ്. അവരും വലിയ തോതിൽ ഈ വെറുപ്പ്, ഇപ്പോൾ ലവ് ജിഹാദ് എന്ന് പറയുന്ന വലിയ പ്രചാരണം ഓർമ്മയുണ്ടാകും. അതിൻ്റെ തുടർച്ചയെന്ന നിലയിലാണ് ഒരുപക്ഷേ കാസ പോലുള്ള ഒരു സംഘടന തന്നെ രൂപീകരിക്കപ്പെട്ടതെന്നാണ്. ഇത്തരത്തിലുള്ള വിദ്വേഷവും വെറുപ്പും ഉൽപ്പാദിപ്പിക്കുന്നതിൽ അവരും അവരുടേതായ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. ഇങ്ങനെ പല മേഖലകളിൽ ഇത്തരം ഈ വിദ്വേഷ പ്രചാരണങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതും പ്രശ്നം തന്നെയാണ് തോന്നുന്നു. അല്ല, ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷ വേട്ട, ആ വേട്ട ഇന്ത്യയിലെ എല്ലാ ന്യൂനപക്ഷങ്ങളും ഒരേപോലെ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. ഒരുപക്ഷെ ഇപ്പം കൂടുതൽ വേട്ടയാടപ്പെടുന്നത് മുസ്ലിങ്ങളാണെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെ ക്രിസ്ത്യൻ സമൂഹമുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ ഞാൻ ഓർക്കുന്നത്, ഞങ്ങൾ 2008 കന്തമാൽ വംശഹത്യ ഒറീസയിൽ, അന്ന് പുരോഗമന കലാ സാഹിത്യ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ അതെ ഞങ്ങളവിടെ സന്ദർശിച്ചിരുന്നു. ആ സന്ദർശന അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഞാനൊരു പുസ്തകം എഴുതിയിരുന്നു. ചിന്തയാണ് അത് പബ്ലിഷ് ചെയ്തത്. അവർ ക്രിസ്ത്യാനികളെ തേടിയെത്തി. സത്യത്തിൽ അത് നിമോയിളറുടെ കവിത അല്ല, അയാൾ നടത്തിയ പ്രഭാഷണം പിന്നീട് കവിതയായിട്ട് രൂപം കൊള്ളുകയാണ് ചെയ്തത്. അതിൽ നിന്നൊരു വരിയാണ്. അതിൽ തന്നെ ഒരു പ്രശ്നമുള്ളത്, ഈ നിമോയിളറും പാസ്റ്റർ നിമോയിളറും ആദ്യഘട്ടത്തിൽ ഫാസുമായിട്ട് സൗഹൃദപ്പെടുകയാണ് ചെയ്തത്, ഇവിടുത്തെ കാസയെ അനുസ്മരിക്കുന്ന തരത്തിൽ. പക്ഷേ അയാൾക്ക് ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നു. അത് ഈ ചർച്ച് എന്ന് പറയുന്നത് പിടിച്ചെടുക്കാൻ ഫാസിസ്റ്റുകൾ ശ്രമിച്ചപ്പോൾ അദ്ദേഹം അതിനെതിരെ നിന്നു. എന്നിട്ട് അദ്ദേഹത്തിന് തടവിൽ കിടക്കേണ്ടി വന്നു. വല്ല പീഡനങ്ങൾ ആ സമയത്താണ് അദ്ദേഹം നടത്തിയ പ്രഭാഷണത്തിലാണ് ഇതുള്ളത്. അതുപോലെ ഈ കന്തമാലിലടക്കം പല സ്ഥലങ്ങളിൽ ഒരൊറ്റ കാര്യം ഓർത്താൽ പോരെ, 1999 ആ ഗഹാം സ്റ്റെയിൻസിനെയും മക്കളെയും അതിക്രൂരമായി ചുട്ടുകൊന്ന ഒരൊറ്റ സംഭവം മാത്രം മനസ്സിലുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇന്ത്യൻ ഫാസിസത്തെ പിന്തുണയ്ക്കുക? ഒരു മതേതരവാദി ജയിലിലിട്ട് കൊല്ലുവാണ്. അതെ, എങ്ങനെയാണ് പിന്തുണയ്ക്കാനുള്ള യാതൊരു ന്യായവുമില്ല. അപ്പോൾ അതിൻ്റെ പിന്നിൽ ഉള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ, ഈ ഇന്ത്യൻ ഫാസിസത്തിൻ്റെ പ്രത്യക്ഷവും പരോക്ഷവുമായുള്ള മേൽക്കോയ്മക്ക് മുമ്പിൽ മുട്ടുമടക്കുന്ന ഒരവസ്ഥയിലേക്ക്, അത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പുതിയ മധ്യവർഗത്തിൻ്റെ, നമ്മളെന്തിനാണ് വേണ്ടാത്ത കാര്യങ്ങൾ പോകുന്നത്, നമ്മളിത് നോക്കി ഒഴിഞ്ഞു നിൽക്കാം, നമുക്കിപ്പം പ്രശ്നമൊന്നുമില്ലല്ലോ എന്നാണ് അവർ കരുതുന്നത്. പക്ഷേ പലരും പല സ്ഥലത്ത് പല വിധത്തിൽ പ്രതിരോധം ഉയർത്തുന്നത് കൊണ്ടാണ് ഇത് ആളിപ്പടരാത്തത്. ആളിപ്പടരാൻ അതിന് ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല. ഇപ്പോൾ പല സ്ഥലത്ത് കത്തുമ്പോൾ വാഴ വെട്ടിയിട്ടിട്ടും ചിലർ ഒരു ബക്കറ്റ് വെള്ളം ഒഴിച്ചിട്ടും ഒക്കെ ഒരു ഭാഗത്ത് കെടുത്തുകയാണ്. അപ്പോൾ മറുഭാഗത്ത് കത്തുന്നുണ്ടാവും. ഇതൊക്കെ ആളുകളങ്ങ് നിർത്തിയാൽ പിന്നെ എന്തായിരിക്കും അവസ്ഥ? അപ്പം പലരും ചോദിക്കുന്നുണ്ട്,
ഇപ്പോൾ ഇവിടെ നമുക്ക് ജീവിക്കാൻ എന്താണ് പ്രശ്നം? നമുക്ക് ജീവിക്കാൻ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ഇതുപോലെ ചോദ്യങ്ങൾ ചോദിച്ചതിൻ്റെ പേരിൽ വിചാരണ പോലും ഇല്ലാതെ 10ഉം 15ഉം 20ഉം കൊല്ലം തടവിൽ കിടക്കുന്ന മനുഷ്യരുണ്ട്. എന്നിട്ട് 15 കൊല്ലം കഴിഞ്ഞിട്ട് വിചാരണ നടത്തുമ്പോൾ ഇവർ കുറ്റക്കാരല്ലാന്ന് തെളിയാണ്. അപ്പോൾ ഇവർക്ക് ഈ നഷ്ടപ്പെട്ട 15 കൊല്ലം ആര് കൊടുക്കും? അബ്ദുൽ നാസർ മദനിയുടെ മദനിക്ക് 9 കൊല്ലം തടവിലിട്ടു വിചാരണ കൂടാതെ. അതെ. എന്നിട്ട് വിചാരണ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആ കുറ്റം ചെയ്തിട്ടില്ല. ഈ 9 കൊല്ലം ഇവർ പുഴുങ്ങി തിന്നു. വീണ്ടും അടുത്ത കേസിൽ വീണ്ടും ജയിലിലായി. ഇതുപോലെ എത്ര പേര് ഇന്ത്യൻ തടവറയിൽ. ഹാനി ബാബുവിൻ്റെ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, അവിടെ ചെന്നപ്പോൾ മനസ്സിലായത് അവിടെ തടവറയിൽ നിറയെ ഉള്ളത് മുസ്ലിങ്ങളും ദളിതരും അടങ്ങുന്ന ഏറ്റവും അടിസ്ഥാന ജനവിഭാഗങ്ങളാണ്. സ്റ്റാൻസ്വാമിയുടെ കേസിൽ ആദിവാസികളായിരുന്നു. സ്റ്റാൻസ്വാമിയുടെ കേസിൽ നമ്മൾ തല കറങ്ങിപ്പോകുന്ന സംഭവമുണ്ട്. കാരണം ഇത്രയേറെ പ്രായമുള്ളൊരു മനുഷ്യൻ കൈവറയ്ക്കുന്ന പാർക്കിൻസൺ രോഗം, അയാൾക്ക് വെള്ളം കുടിക്കാൻ ഒരു സ്ട്രോക്ക് കിട്ടാൻ വേണ്ടി സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നു. അതേസമയം മഹാത്മാഗാന്ധിയെ കൊന്ന നാഥുറാം വിനായക് ഗോഡ്സെ കോടതിയിൽ വെച്ചിട്ട് ഗാന്ധിയെ കൊന്നത് ന്യായമാണെന്ന് വാദിച്ച് 5.5 മണിക്കൂർ വാദിച്ച് തൊണ്ട വറ്റി തടവറയിൽ ചെന്നപ്പോൾ തടവറയുടെ സൂപ്രണ്ട് അർജുൻ ദാസ് ആണ് ഗോഡ്സെക്ക് ഇഷ്ടമുള്ള ഇംഗ്ലീഷ് കോഫി തയ്യാറാക്കി കൊടുത്തത്. മഹാത്മാവിനെ കൊന്നതിനെ പുണ്യപ്രവൃത്തിയെന്ന് ന്യായീകരിച്ച ഒരു ബോറൻ ഭീകര ഫാസിസ്റ്റിന് തടവറയിൽ പൂമാല. അതേസമയം അടിച്ചമർത്തപ്പെട്ട ജനതയുടെ മോചനത്തിന് വേണ്ടി പ്രവർത്തിച്ച പ്രായമായ പാർക്കിൻസൺ രോഗമുള്ള ഒരാൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ ഒരു സ്ട്രോ കൊടുക്കാൻ മനസ്സില്ലായ്മ. ഇത് തന്നെയാണ് ഇന്ത്യൻ അവസ്ഥ. ഇത് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവരുടെ കഴിവുകേട് അവരുടെ തലയിൽ തന്നെ ഒരു മുൾക്കിരീടമായി മാറും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് കേരളത്തിലേക്ക് തിരിച്ചു വന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, കേരളത്തിലെ ഈ സാഹോദര്യത്തിൻ്റെയും സമുദായ മൈത്രിയുടെയൊക്കെ ഒരു വലിയ അന്തരീക്ഷമുണ്ട്. ആ അന്തരീക്ഷത്തെയാണ് ഇന്ന് വഷളാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിതിനെ തിരിച്ചു പിടിക്കാൻ നമ്മൾ ഏത് തരത്തിൽ ഇടപെടണം, അല്ലെങ്കിൽ സമൂഹം ഏത് തരത്തിൽ പ്രവർത്തിക്കണം എന്നുള്ളൊരു പ്രശ്നം, പ്രത്യേകിച്ച് സമൂഹത്തിൽ പ്രബലമായി ഇടപെടുന്ന ആളുകളൊക്കെ ഏത് തരത്തിലാണ് പ്രവർത്തിക്കേണ്ടതെന്നുള്ളൊരു ചോദ്യം കൂടെ ഉണ്ട് നമുക്ക്. അല്ല, അതിൻ്റെ ഏറ്റവും ചെറിയൊരു ഉദാഹരണം ഞാൻ 2019 അതെനിക്ക് വളരെ ഊർജം നൽകിയൊരു ഉദാഹരണമാണ്. ഒന്നുമില്ല, 2019 പൗരത്വ ഭേദഗതി നിയമത്തോടനുബന്ധിച്ചുള്ള അതിനെതിരെയുള്ള പ്രതിഷേധങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി 2 മാധ്യമ പ്രവർത്തകർ, ഏഷ്യാനെറ്റിലാന്ന് തോന്നുന്നുണ്ട്, പ്രതീഷ് കാപ്പോത്തും മുജീബ് റഹ്മാനും, 2 പേരും മാംഗ്ലൂരിൽ ചെന്ന് നിൽക്കുമ്പോൾ അവിടുത്തെ പോലീസുകാരുടെ അത്ഭുതം എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ 2 പേരും എങ്ങനെയാണ് ഒരുമിച്ച് ജോലി ചെയ്യുന്നത്? അതിന് അവർ നൽകിയ മറുപടി എന്താണെന്ന് പറഞ്ഞാൽ, ഇവർക്ക് ഭക്ഷണം കൊടുത്തപ്പോൾ ഒരേ പ്ലേറ്റിൽ നിന്ന് 2 പേരും കൂടി ഭക്ഷണം കഴിച്ചു. അത് സത്യത്തിൽ വളരെ ചെറിയൊരു കാര്യമാണ്, പക്ഷേ അത് വലിയൊരു പ്രതീകാത്മക പ്രവർത്തനമായി. അതുപോലെ നമ്മൾ അതൊരു ചോദ്യം ചെയ്യലിൻ്റെ പശ്ചാത്തലത്തിലാണ്. ആരും ചോദ്യം ചെയ്യാതെ തന്നെ നമ്മളെ ചോദ്യം ചെയ്തുകൊണ്ട് സൗഹൃദത്തിൻ്റെയും സംവാദത്തിൻ്റെയും എല്ലാ കാര്യങ്ങളിലും എല്ലാവർക്കും യോജിക്കാൻ പറ്റില്ല. യോജിപ്പും വിയോജിപ്പും ഉണ്ടാവും. പക്ഷേ യോജിക്കാനും വിയോജിക്കാനും കഴിയുന്ന തരത്തിലുള്ള ഒരു സംവാദാത്മക സൗഹൃദ അന്തരീക്ഷം നിലനിൽക്കണം. ആ നിലനിൽപ്പിന് വേണ്ടി ഞാൻ ആവർത്തിച്ച് പറയുകയും എഴുതുകയും ചെയ്യുന്ന ഒരു കാര്യം, പരസ്പരം വിട്ടു നിൽക്കാൻ 100 കാരണമുണ്ടെങ്കിൽ നമ്മൾ 101ാമത് ഐക്യപ്പെടാനുള്ളൊരു കാരണം കണ്ടുപിടിക്കണം. അങ്ങനെ ഒരു കാരണം പെട്ടെന്ന് കാണുന്നില്ലെങ്കിൽ സങ്കല്പത്തിലെങ്കിലും അങ്ങനൊരു അവസ്ഥ നമ്മൾ സൃഷ്ടിച്ചെടുക്കണം. അങ്ങനെ ഐക്യത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിന് ഊർജം പകരുന്ന കവിത, പാട്ട് ഉൾപ്പെടെ എല്ലാം, അങ്ങനെയുള്ള എഴുത്ത്, പ്രഭാഷണം, അങ്ങനെയുള്ള ജീവിതത്തെ പ്രോത്സാഹിപ്പിക്കുന്നത്, ഒത്തുചേരുന്നത്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നിർവഹിക്കണം. പക്ഷേ ഇതുകൊണ്ട് മാത്രം ഇന്നത്തെ ഈ വെറുപ്പിൻ്റെ അവസ്ഥ, ഞാൻ ഒറ്റ ഉദാഹരണം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഏറ്റവും മികച്ച മാതൃകയായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണത്. അത് 2013 മുസഫർ നഗർ കലാപമുണ്ട്. അവിടെ ജാട്ട് കർഷകരും മുസ്ലിം കർഷകരും ഒക്കെ എത്രയോ കാലമായിട്ട് വലിയ സഹകരണത്തിലാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഉദാത്തമായ മൂല്യബോധമൊന്നുമല്ല. കൃഷി നടത്തണമെങ്കിൽ കൃഷിക്കാർ തമ്മിലൊരു ഐക്യം ഉണ്ടായേ പറ്റൂ. വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടാവും, പല ആവശ്യം ഉണ്ടാവും, കൊടുക്കൽ വാങ്ങൽ അതുണ്ടാവും. അങ്ങനെ ഐക്യത്തിലാണ് അവർ കഴിഞ്ഞു പോയത്. പക്ഷേ 2013 ഇന്ത്യൻ ഫാസിസ്റ്റുകൾ
ഈ ഒരു കലാപം നടത്തും, മുസഫർ നഗർ കലാപം. അതിലവർ പ്രധാനമായിട്ടും ഒരു ഭാഗത്ത് ഹരഹര മഹാദേവ, മറുഭാഗത്ത് അല്ലാഹു അക്ബർ എന്ന രീതിയിലൊരു വിഭജനം വന്നു. പക്ഷേ 2020 കർഷക സമരം വന്നപ്പോൾ ആ സമരത്തിൽ വീണ്ടും വലിയൊരു ഐക്യം വന്നു. ഐക്യമുണ്ടായി. എന്നിട്ട് രാകേഷ് ടിക്കായത്ത് ഈ കിസാൻ മോർച്ചയുടെ മഹാസമ്മേളനത്തിൽ ഹരഹര മഹാദേവ അല്ലാഹു അക്ബർ എന്ന് ഒന്നിച്ചു വിളിക്കുകയും ഇതിൻ്റെ പേരിൽ പരസ്പരം ഏറ്റുമുട്ടിയവർ ഐക്യപ്പെടുകയും ചെയ്തു. അത് ഐക്യത്തിൻ്റെ ഉരുക്കുപോലെ ഉറച്ച ഒരു മാതൃകയാണ്. അതായത് നമ്മുടെ വിശ്വാസം വ്യത്യസ്തമാണ്, നമ്മളുടെ ആചാരങ്ങൾ വ്യത്യസ്തമാണ്, പക്ഷേ നമ്മൾ ജീവിക്കുന്ന രാജ്യത്തിലെ വായുവാണ് നമ്മൾ ശ്വസിക്കുന്നത്, അവിടുത്തെ വെള്ളമാണ് നമ്മൾ കുടിക്കുന്നത്, അവിടുത്തെ നികുതി വർധനവ്, അവിടുത്തെ വിലക്കയറ്റം, ഇതൊക്കെ എല്ലാവരെയും ഒരുപോലെ ബാധിക്കും. അതിനെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിയണം. അങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നതിലൂടെ നമ്മൾക്കിടയിലെ ഒരുമ വളരും. ഇതാണ് മൗലികമായുള്ളൊരു കാഴ്ചപ്പാട്. അതുകൊണ്ട് ജീവിത പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ഒരു പ്രാപ്തി ജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. വളരെ പ്രധാനപ്പെട്ട ഒരു സംവാദമാണ് നടന്നതെന്ന് എനിക്ക് തോന്നുന്നു. കെയ്യൻ പറഞ്ഞതുപോലെ തന്നെ അകലാൻ നമുക്ക് ഒരുപാട് കാരണങ്ങളുണ്ട്. നമ്മൾ വ്യത്യസ്തരായ മനുഷ്യരാണ്. പക്ഷേ ഒരുമിച്ച് ചേരാൻ, ഒരുമ സൃഷ്ടിക്കാനുള്ള സാഹചര്യം നമുക്ക് നമ്മുടെ ചരിത്രത്തിൽ തന്നെ അതിൻ്റെ ഒരുമയുടെയും സാഹോദര്യത്തിൻ്റെയും മൈത്രിയുടെയും ഒക്കെ ഒരുപാട് വളരെയധികം ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ അകലാനുള്ള കാരണങ്ങൾ മാറ്റിവെച്ച് ഒരുമയുടെ ചേർത്ത് പിടിക്കലിൻ്റേതായ ഒരു സാംസ്കാരിക പശ്ചാത്തലവും ഒരു സാമൂഹികമായ കൂട്ടായ്മയും ഉണ്ടാകുക എന്നുള്ളത് തന്നെയാണ് ഈ കാലത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു സമൂഹം സ്വീകരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വപൂർവമായ ഒരു കർമ്മമെന്നാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. നന്ദി കെയ്യൻ, നന്ദി. ഓക്കെ.